ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഗോശാലാസ്ഥാനങ്ങൾ. ഗോശാലേന്ദ്രജലേശയോർവിദധപൂഷാഭ്യന്തരാളേ തഥാ പർജന്യൈന്ദ്രിപദേ തഥാ കുസുമദന്തദ്വാരപാലാന്തരേ ഭൃംഗേ ശോഷപദേധവാത്രമഹിഷാകാരം യമേപ്യുക്ഷശാലാസ്മിൻ ക്വാപ്യഥാ വാസ്തുമർമ്മവിലസച്ഛൂലം സമസ്തം ത്യജേത്. ഇവിടെ ഗോശാല സ്ഥാനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പണ്ടൊക്കെ എല്ലാ വീടുകളിലും ഗോശാലകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പശുത്തൊഴുത്തുണ്ടായിരുന്നു. അപ്പോ ഭാരതീയ സംസ്കാരത്തിന്റെ ഒരു ഭാഗം കൂടെയായിരുന്നു പശുക്കൾ എന്ന് പറയുന്നത്. അത് ഐശ്വര്യത്തിന്റെ പ്രതീകമായിരുന്നു. അത് മാത്രമല്ല, ഗോവിന്റെ പ്രാധാന്യം എന്താണെന്നൊക്കെ നമ്മൾ ഇതിലെ ഗ്രന്ഥങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അതില് 33 കോടി ദേവതകൾ വസിക്കുന്നു എന്ന് പറയുന്നു പശു. അതുകൊണ്ട് തന്നെ ഒരു പശുവിനെ പരിപാലിക്കുമ്പോൾ തന്നെ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ സകല വിധത്തിലുള്ള ദുരിതങ്ങളും മാറിപ്പോകും എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ആചാര്യന്മാരുടെ ഇടയിലുണ്ടായിരുന്നു. അപ്പോ അതുകൊണ്ട് തന്നെ ഈ ഗോശാലയ്ക്ക് വളരെ പ്രാധാന്യം ഉണ്ടായിരുന്നു. അത് ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ കാലങ്ങൾ, നമ്മളെ ഒരു തലമുറയ്ക്ക് മുൻപ്, ഒരു 30-40 വർഷത്തിന് മുമ്പൊക്കെ നോക്കുമ്പോൾ പശു ഇല്ലാത്ത ഒരു വീട് കാണില്ല എന്നാണ്. കാരണം ചാണകം തെളിക്കാനായിരുന്നാലും പഞ്ചഗവ്യത്തിനായിരുന്നാലും വേറെ എന്ത് വിഷയങ്ങൾക്കായിരുന്നാലും പശു അവിടെ ഉണ്ടായിരിക്കും. അതൊരു ഐശ്വര്യമായിട്ടാണ് കണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഗോശാല നിർമ്മാണ വിഷയങ്ങളെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നു, എവിടെയൊക്കെയാണ് ഗോശാല നിർമ്മിക്കേണ്ടത് എന്ന്. അപ്പൊ അത് പണ്ടൊക്കെ വസ്തുവിന് വലിപ്പം ഉണ്ടായിരുന്നത് കൊണ്ട് അതിന് ചില പ്രത്യേക സ്ഥലങ്ങൾ കൽപ്പിച്ചിരുന്നു. വീടിന്റെ പുറകിൽ തന്നെ, പുറകിലെന്നല്ല, വീടിന് പുറത്ത് അതിന് ഗോശാലയ്ക്ക് വേണ്ടി തന്നെ ചില സ്ഥലങ്ങൾ കണ്ടിരുന്നു. എന്നാൽ വസ്തുക്കളൊക്കെ ചെറുതായി തുടങ്ങിയപ്പോൾ വീടിനോട് ചേർത്ത് തന്നെ ചെറിയ വിധത്തിൽ 1, 2, 3 പശുവിനെ കെട്ടുന്ന വിധത്തിൽ, അല്ലെങ്കിൽ സൗകര്യത്തിനനുസരിച്ച് പശുവിനെ കെട്ടുന്ന വിധത്തിലൊക്കെ അതിന്റെ സ്ഥല നിർണ്ണയം അല്ലെങ്കിൽ സ്ഥാന നിർണ്ണയങ്ങളൊക്കെ നടത്തിയിരുന്നു. അപ്പൊ പശുവിന്റെ കുളമ്പടി തന്നെ ആ ഭൂമിക്ക് പുഷ്ടിയെ ഉണ്ടാക്കും എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഗോശാല വിഷയങ്ങളെ കുറിച്ച് പറയുന്നു. എവിടേക്കാണ് ഗോശാല വേണ്ടത്, പശുത്തൊഴുത്ത് എവിടെയാണ് വേണ്ടത്, എരുമത്തൊഴുത്ത് എവിടെയാണ് വേണ്ടത്, കാള എവിടെ കെട്ടാം എന്നുള്ള വിഷയങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ ആചാര്യൻ നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പൊ ഇതൊക്കെ എന്തിനാണ് പറയുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ തൈതിലാനം മനുഷ്യാണം വസ്തുവാധീനം സുഖോദയം. ദേവന്മാർക്കും മനുഷ്യർക്കും ഈ പ്രകൃതിയിലെ സകല ചരാചരങ്ങൾക്കും സുഖമുണ്ടാകണം എന്നതാണ് ആചാര്യമതം. അപ്പൊ മനുഷ്യനും സകല ചരാചരങ്ങളും സുഖമായിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? എല്ലാത്തിനെയും ക്രമപ്പെടുത്തുന്നു. ഈ പ്രകൃതിയിലുള്ള സകലതിനെയും ക്രമപ്പെടുത്തുന്നു. അത് ഇന്ന ക്രമത്തിൽ ഇന്ന സ്ഥലങ്ങളിൽ നിന്നാൽ അതിന് ഗുണം വർദ്ധിക്കും, അതിന് ഇന്ന സ്ഥലങ്ങളിൽ ദോഷം വർദ്ധിക്കും എന്ന് പറഞ്ഞു നമുക്ക് ചുറ്റും ഉള്ള ഈ പ്രകൃതിയെ അല്ലെങ്കിൽ അന്തരീക്ഷത്തെ എന്ത് ചെയ്യുന്നു? ആചാര്യന്മാർ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അതിനെ ക്രമപ്പെടുത്തി തന്നിരിക്കും. അതാണല്ലോ പുരയ്ക്കൊക്കെ വായുവിന്റെ ഭാഗങ്ങളാകാം എന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ നോക്കിയിരുന്നു. ഉപാലയങ്ങളൊക്കെ ഏത് ഭാഗത്തൊക്കെ ആകാം എന്നുള്ളത് എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ ഗോശാലയ്ക്കും അതിന്റെ ഈ വീടിന്റെ ഏതൊക്കെ ഭാഗത്താകാം, അത് വസ്തു വലുതാണെങ്കിൽ എങ്ങനെയാകാം, ചെറുതാണെങ്കിൽ എങ്ങനെയാകാം എന്നുള്ള വിഷയത്തെ കുറിച്ച് നമുക്കിവിടെ സൂചിപ്പിച്ചു തരും. അപ്പൊ ആ ശ്ലോകം എന്താണെന്ന് നോക്കാം. ഗോശാല ഇന്ദ്രജലേശയോർ വിതഥ ഉഷാഭ്യന്തരാളെ തഥാ പർജന്യേ ഐന്ദ്രിപദേ തഥാ കുസുമദന്ത ദ്വാരപാലാന്തരെ ഭൃംഗേ ശോഷപദേ അഥവാ അത്ര മഹിഷാകാരം യമേപി വൃക്ഷശാലാസ്മിൻ ക്വ അപി അധ വാസ്തുമർമ്മവിലസൽ ശൂലം സമസ്തം ത്യജേൽ. ഗോശാല ഇന്ദ്രജലേശയോർ ഇതഥ പൂഷ ആഭ്യന്തരാളെ തഥാ പർജന്യൈ ഐന്ദ്രിപദേ തഥാ കുസുമ ദന്ത ദ്വാരപാലാന്തരെ ഭൃംഗേ ശോഷപദേ അഥവാ അത്ര മഹിഷാകാരം യമേപി വൃക്ഷശാലാസ്മിൻ ക്വാപ്യഥ വാസ്തുമർമ്മ വിലസൽ ശൂലം സമസ്തം ത്യജേ. അപ്പോ
ഈ ഗോശാല നമ്മുടെ വീടിന്റെ പരിസരങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നേരത്തെ നമ്മൾ പഠിച്ച നവവർഗ പദകൽപ്പന എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും. ഈ 9 പദങ്ങളായിട്ട് തിരിച്ച് അതിൽ ഈശാനൻ പർജന്യൻ എന്ന് പറഞ്ഞ 53 ദേവതാവിന്യാസ വിഷയങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് അതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഗ്രഹത്തിന്റെ കിഴക്കും തെക്കും പടിഞ്ഞാറും വടക്കും അല്ലെങ്കിൽ വസ്തുവിന്റെ കിഴക്കും തെക്കും പടിഞ്ഞാറും വടക്കും വരുന്ന ഭാഗങ്ങളിൽ ഏതൊക്കെ ദേവതകളാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈ പറമ്പിന് നമ്മൾ 9 വീതമായിട്ട് വിഭജിക്കുമ്പോൾ സ്ഥാനങ്ങൾ അതില് ഏതൊക്കെ ദേവതകൾ ഏതൊക്കെ ഭാഗത്തൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന വിഷയത്തെ നമ്മൾ നല്ല വിധത്തിൽ മനസ്സിലാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരു ചെറിയ തൊഴുത്തായിരുന്നാലും നമുക്ക് നിർമ്മിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. ഗോശാല എന്ന് പറഞ്ഞാൽ എന്താണ്? തൊഴുത്ത്, പശുക്കളെ കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന തൊഴുത്ത്. ഇന്ദ്രജലേശയവും, ഇന്ദ്രന്റെയും ജലേശന്റെയും. ഇന്ദ്രൻ എന്ന് പറയുന്നത് കിഴക്ക് ദിക്കിൽ വരുന്ന ഈശാനൻ, പർജന്യൻ, ജയന്തൻ, ഇന്ദ്രൻ എന്ന് പറഞ്ഞ് 4ാമതായി വരുന്ന പദമാണ്. നമ്മൾ മുൻപായിട്ട് വിഭജിക്കുമ്പോൾ ഈശാനൻ വടക്ക് കിഴക്കേ മൂലയിൽ നിന്നും പ്രദക്ഷിണമായി, നമ്മുടെ എല്ലാ സമ്പ്രദായങ്ങളും പ്രദക്ഷിണമായിട്ടാണ്. സ്റ്റെപ്പ് കയറുന്നതായിരുന്നാൽ എന്ത് വിഷയങ്ങളും ക്ഷേത്രത്തിലെ നമ്മൾ ദേവനെ ചുറ്റി വരുന്നതും ഗുരുനാഥന്മാരെ പണ്ട് കാലങ്ങളിൽ ചുറ്റി വന്നിരുന്നതും മാതാപിതാക്കളെ അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി ചുറ്റി വന്നിരുന്നതും എല്ലാം പ്രദക്ഷിണം എന്നാണ് പറയുന്നത്, ക്ലോക്ക് വൈസ് ആണ്. അപ്പോ നമ്മൾ വടക്ക് കിഴക്കേ മൂല, അതായത് ഈശാന മൂലയിൽ നിന്നും നമ്മൾ പ്രദക്ഷിണമായിട്ട് ഇരുന്നപ്പോ ഈശാനൻ, പർജന്യൻ, ജയന്തൻ, ഇന്ദ്രൻ 4ാമത്തെ പദത്തിലാണ്. ഗോശാല ഇന്ദ്ര ജലേശയോ, ഇന്ദ്രന്റെയും ജലേശന്റെയും ഭാഗത്ത് ആകാം. വരുണൻ എന്ന് പറയും, ജലേശൻ എന്ന് പറഞ്ഞ വരുണനാണ്. അപ്പൊ കിഴക്ക് നിന്ന് 4ാമത് വരുന്ന പ്രദക്ഷിണമായി 4ാമത് വരുന്ന ഭാഗമായ ഇന്ദ്രന്റെ പദത്തിലും, ഇനി പടിഞ്ഞാറ് 5ാമതായി വരുന്ന പദമായ എന്താണ്? ജലേശൻ, വരുണന്റെ പദം പടിഞ്ഞാറ് വശത്ത് വരുണന്റെ പദത്തിലും ആകാം. അപ്പൊ കിഴക്ക് 4ാമതായി പ്രദക്ഷിണമായി 4ാമതായി വരുന്ന ഇന്ദ്രന്റെ പദത്തിലും, പടിഞ്ഞാറ് 5ാമതായി വരുന്ന വരുണന്റെ പദത്തിലും ആകാം. എന്ന് പറഞ്ഞാൽ നിറുതി, തെക്ക് പടിഞ്ഞാറ് വരുന്ന ആ മൂല, അതിന് നമ്മൾ നിറുതി എന്ന് പറയും. നമ്മൾ സാധാരണ പറയുന്നത് കന്നി എന്നാണ്. അപ്പൊ കന്നി 1 എന്നുമ്പോൾ നിറുതി 1, കന്നി 1, 2 ദ്വാരപാലകൻ, 3 സുഗ്രീവൻ, 4 പുഷ്പദന്തൻ, 5 വരുണൻ. അപ്പൊ 5ാമത്തെ പദത്തിൽ ആകാം. ഇനി അടുത്തോ പിതഥ പൂഷാഭ്യന്തരാളെ. പിതഥൻ പൂഷാവ്, ആഭ്യന്തരാളം എന്ന് പറഞ്ഞാൽ ഉൾഭാഗം. അപ്പൊ ഉള്ളിൽ വരുന്ന വിതഥൻ, പൂഷാവ് എന്നീ 2 പദത്തിലാവാം. ആ വിതഥൻ, പൂഷാവ് എന്ന് പറയുന്നത് നമുക്ക് തെക്ക് ഭാഗത്ത് വരുന്ന പദങ്ങളാണ്. അപ്പോ തെക്ക് ഭാഗത്ത് ഏറ്റവും തെക്ക് കിഴക്ക് മൂലയിൽ വരുന്നത് അഗ്നികോൺ എന്ന് പറയും. അപ്പൊ അതിന് അഗ്നി 1 എന്ന് എണ്ണിയാൽ അഗ്നി 1, പൂഷാവ് 2, വിതഥൻ 3. അപ്പൊ തെക്ക് ഭാഗത്ത് വരുന്ന, തെക്ക് കിഴക്ക് വരുന്ന ആ മൂലയിൽ നിന്നും, അഗ്നി മൂലയിൽ നിന്നും അല്ലെങ്കിൽ അഗ്നികോണിൽ നിന്നും നമ്മൾ എണ്ണിയാൽ 3ാമതും 2ാമതുമായി വരുന്ന പദങ്ങളെ നമുക്ക് ഈ ഗോശാലയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പൂഷാവ്, വിതഥൻ, വിതഥ, പൂഷാഭ്യന്തരാളി. അപ്പൊ വിതഥനും പൂഷാവും എന്ന് പറയുന്ന ഈ 2 പദങ്ങൾ നമുക്ക് എന്തിന്? ഗോശാലയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. തഥാ, അപ്രകാരം പർജന്യ ഐന്ദ്രിപദേ, പർജന്യ പദത്തിലും ഐന്ദ്രിപദം എന്ന് പറയുന്നത് ജയന്തൻ, ഇന്ദ്രപുത്രൻ, ജയന്തന്റെ പദമാണ്. ഇത് കിഴക്ക് ഭാഗത്ത് വരുന്നതാണ് പർജന്യൻ. ഈശാനൻ അധ പർജന്യൻ, ആ വടക്ക് കിഴക്ക് മൂലയിൽ നിന്നും 2ാമതായി വരുന്ന പദമാണ് പർജന്യൻ എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ ഇന്ദ്രന്റെ പദം പറഞ്ഞു 4ാമതായി വരുന്നത് കിഴക്ക്. ഇവിടെയും കിഴക്ക് 2ാമതായി വരുന്ന പദത്തില് നമുക്ക് ഗോശാല ആകാം എന്ന് പറയുന്നു. അപ്പൊ പർജന്യ ഐന്ദ്രിപദേ, പർജന്യ പദത്തിലും ഇന്ദ്രൻ എന്ന് പറഞ്ഞ ഇന്ദ്രപുത്രൻ ജയന്തന്റെ പദത്തിലും ആകാം. ജയന്തൻ എന്ന് പറഞ്ഞത് കിഴക്ക് 3ാമതായി വരുന്ന ദേവനാണ്, ദേവതാപദമാണ്. അപ്പോ കിഴക്ക് 2, 3, 4 എന്നീ പദങ്ങളിൽ നമുക്ക് ഗോശാലയ്ക്ക് സ്ഥാനമുണ്ട്. തഥാ, അപ്രകാരം കുസുമദന്ത ദ്വാരപാലാന്തരേ. കുസുമദന്തൻ എന്ന് പറയുന്നത് പുഷ്പദന്തനാണ്. ദ്വാരപാലൻ എന്ന് പറയുന്നത് ദ്വാരപാലൻ തന്നെയാണ്. പുഷ്പദന്തൻ എന്ന് പറയുന്നത് പടിഞ്ഞാറ് വശത്ത് 4ാമതായി വരുന്ന ദേവതയാണ്. നേരത്തെ നമ്മൾ പടിഞ്ഞാറ് വശത്ത് എണ്ണി, തെക്ക് പടിഞ്ഞാറ് വരുന്ന മൂലയെ നിറുതി എന്ന് പറയുന്നു, അല്ലെങ്കിൽ കന്നി എന്ന് പറയുന്നു. നിറുതി, 2 ദ്വാരപാലകൻ, 3 സുഗ്രീവൻ, 4 പുഷ്പദന്തൻ,
എന്ന പദങ്ങൾ വരുന്നു. ഇതില് ദ്വാരപാലകൻ പടിഞ്ഞാറ് വരുന്ന രണ്ടാമത്തെ പദവും പുഷ്പദന്തൻ നാലാമത്തെ പദം, ഈ രണ്ട് പദങ്ങളിലും ആകാം. നിർവി ദ്വാരപാലകൻ എന്ന് പറഞ്ഞാൽ രണ്ടാമതായി വരുന്ന പദമാണ്. അടുത്ത് പുഷ്പദന്തൻ എന്ന് പറയുന്നത് നാലാമതായി വരുന്ന പദമാണ്. അപ്പൊ പടിഞ്ഞാറ് വശത്ത് 2ഉം 4ഉം, അതിലെ പ്രമാണത്തിൽ 4ഉം 2ഉം പറയുന്നു. നാലാമത്തെ കുസുമദന്തനും ദ്വാരപാലകൻ, അതായത് പുഷ്പദന്തനും ദ്വാരപാലകൻ. അപ്പൊ 4ഉം 2ഉം പദങ്ങളിൽ പടിഞ്ഞാറ് വശത്ത് നമുക്ക് ഗോശാലയാവാം, ഭവേ, അപ്രകാരം ഭവിക്കുന്ന ഈ ഭാഗങ്ങളിൽ നമുക്ക് ഗോശാല ആകാം എന്ന് പറയും. അപ്പൊ പശുവിനെ കെട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗോക്കളെ കെട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പറഞ്ഞിരിക്കും കിഴക്കും തെക്കും പടിഞ്ഞാറും ഈ ഇത്രയും പദങ്ങളെ ആശയം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. ഇനി ഭവിക്കണം. ഇനി മഹിഷാകാരം, അടുത്ത പിന്നെ എരുമ, പോത്ത് മുതലായവ എവിടെയാണ് കെട്ടേണ്ടത് എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. അപ്പൊ ഗോശാലയുടെ സ്ഥാനങ്ങൾ ഇവിടെ കിഴക്കും തെക്കും പടിഞ്ഞാറുള്ള ഭാഗങ്ങളെ കുറിച്ച് അജൻ പറഞ്ഞു. അതിനുശേഷം നമുക്ക് മഹിഷാകാരം, മഹിഷാകാരം, എരുമ, പോത്ത് തുടങ്ങിയിട്ടുള്ള മൃഗങ്ങളെ എവിടെയാണ് കെട്ടേണ്ടത്, അതെവിടെ കെട്ടിയാണ് ഉചിതം എന്നുള്ള വിഷയത്തെ കുറിച്ച് പറയുന്നു. ഇതെന്തിനാണ് നമ്മൾ ഒരു പ്ലോട്ടിൽ ഗൃഹനിർമ്മാണം നടത്തുമ്പോഴും അതിന്റെ ആ പ്ലോട്ടിൽ നമ്മൾ 4ആയിട്ട് വിഭജിക്കുമ്പോൾ ഈശാനനും നിർവയും ഗൃഹനിർമ്മാണത്തിന് യോജിച്ചതാണെന്നും മറ്റുള്ള ഭാഗങ്ങൾ യോജിച്ചതല്ല, അത് അനിഷ്ടത്തെ പ്രദാനം ചെയ്യുന്നതാണെന്നും നമ്മൾ കണ്ടു. അത് നമ്മുടെ സുഖത്തിന് അല്ലെങ്കിൽ നമ്മുടെ സുഖകരമായ ജീവിതത്തിന് അപ്രകാരമാണ് വേണ്ടത് എന്നുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഇവിടെ പശുവിനും എരുമയ്ക്കും പോത്തിനും ഒക്കെ ഏതൊക്കെ ഭാഗങ്ങളാണ് ഉചിതമായിട്ടുള്ളത്, അവരുടെ സുഗമമായ ജീവിതത്തിന് ഏതൊക്കെ ഭാഗങ്ങൾ കൊള്ളാം എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ആശാൻ ഈ പോത്ത്, എരുമ മുതലായവയെ കുറിച്ചൊക്കെ എവിടെ കെട്ടാം അല്ലെങ്കിൽ ഏത് ഭാഗങ്ങളിലാകാം തൊഴുത്ത് നിർമ്മിക്കാം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഭൃംഗേ ശോഷപദേ, ഭൃംഗനിലും ശോഷപദനിലും ആകാം. ഭൃംഗൻ എന്ന് പറയുന്നത് തെക്ക് ഭാഗത്ത് വരുന്ന ദേവതാപദമാണ്. ശോഷൻ എന്ന് പറയുന്നത് പടിഞ്ഞാറ് ഭാഗത്ത് വരുന്ന ദേവതാപദമാണ്. തെക്ക് ഭാഗത്ത് പറയുമ്പോൾ തെക്കും പടിഞ്ഞാറും വരുന്ന രണ്ടിലും വരുന്ന പദങ്ങളെയാണ് ഇവിടെ ഈ മഹിഷാകാരൻ, എരുമയ്ക്കും പോത്തിനും വേണ്ടിയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ അഥവാ എമേബി ഉക്ഷശാല, എമേ അഭി ഉക്ഷശാല, എരുമത്തൊഴുത്ത് ഭൃംഗനിലും, അതായത് തെക്ക് ഭാഗത്ത് വരുന്ന 7ാമത്തെ പദത്തിലും, ഭൃംഗപദം 7ാമത്തെ പദത്തിലും, ശോഷനിലും പടിഞ്ഞാറ് വരുന്ന 7ാമത്തെ പദത്തിലും, യമനിലും തെക്ക് ഭാഗത്ത് വരുന്ന 5ാമത്തെ പദത്തിലും ആകാം. യമേബി, യമൻ എന്ന് പറയുന്നത് തെക്ക് ഭാഗത്ത് 5ാമതായി വരുന്ന പദമാണ്. നമ്മൾ അഗ്നി, പൂഷാവ്, വിദധൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വരുമ്പോൾ അതിൽ വരുന്ന 5ാമത്തെ പദമായിട്ട് വരുന്നതാണ് നമുക്ക് യമൻ എന്ന് പറയുന്നത്. അപ്പൊ യമന്റെ പദത്തിലും എരുമത്തൊഴുത്ത് ആകാം എന്ന് പറയും. ഇനി ഉക്ഷശാല, കാളകളെ എവിടെയാണ് കെട്ടേണ്ടത് എന്നാണ്. ഇവിടെ ഈ കാളത്തൊഴുത്ത് എന്ന് പറയുന്നത് എരുമയ്ക്ക് എവിടെയൊക്കെയാണ് സ്ഥലങ്ങൾ പറഞ്ഞിരിക്കുന്നത് ആ പ്രദേശങ്ങളിലെല്ലാം നമുക്ക് കാളത്തൊഴുത്തും ആകാം. കാളയെ കെട്ടുന്നതിനുള്ള ശാല അല്ലെങ്കിൽ ആലയം അല്ലെങ്കിൽ ഗോശാല നമുക്ക് നിർമ്മിക്കാം എന്ന് പറയും. അതപ്പോ ഭൃംഗനിലും ശോഷനിലും യമനിലും എരുമത്തൊഴുത്ത് ആകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രദേശങ്ങളിൽ തന്നെ നമുക്ക് കാളകളെയും കെട്ടാവുന്നതാണ്, അല്ലെങ്കിൽ കാളകളെ കെട്ടുന്നതിനുള്ള സ്ഥലങ്ങൾ നമുക്ക് നിശ്ചയിക്കാവുന്നതാണ്. ഇതില് സൂത്രങ്ങളെ പറയുന്നു. ഇതില് ഈ സൂത്രങ്ങൾ തട്ടാതെ വേണം ചെയ്യാനെന്ന്. അപ്പൊ 4 ദിക്കിലേക്കും പോകുന്ന സൂത്രങ്ങളെ കുറിച്ച് കഴിഞ്ഞതിന് മുമ്പിലത്തെ ക്ലാസ്സുകളിൽ ബിജു സാർ പറഞ്ഞിരുന്നു വിശദമായിട്ട്. അപ്പൊ ഈ സൂത്രങ്ങൾ തട്ടാത്ത വിധത്തിൽ ഇവയെ അതിന്റെ പരിധി നിർണ്ണയിച്ചുകൊണ്ട് ഈ തൊഴുത്തുകളെയൊക്കെ നിർണ്ണയിക്കാം അല്ലെങ്കിൽ നിശ്ചയിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞോ? നിർത്തിയതാണോ? അതെ, ഓക്കെ. കാലിത്തൊഴുത്തിനെ പറ്റിയാണ് നമ്മൾ സവിസ്തരം ഇത്രയും സമയമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. കാലിത്തൊഴുത്ത് വളരെ പ്രധാനമാണ്. ഭാരതീയ സംസ്കാരത്തില് പശുവിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ദേവന്മാരുടെയും സാന്നിധ്യം പൃഷ്ഠത്തിലും മുഖത്തിലും ശരീരത്തിലും മൊത്തത്തിലും എല്ലാ ദേവന്മാരും വസിക്കുന്നു എന്നുള്ളതാണ്. പശുവിനെ കൊണ്ട് നമ്മൾ ഭാരതീയ ഒരു
ദൃഷ്ടി എന്ന് വേണമെന്ന് പറയാം. യോഗിവര്യന്മാരുടെ അല്ലെങ്കിൽ ഋഷിവര്യന്മാരുടെ മഹർഷിമാരുടെയൊക്കെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നത് ഈ വിധത്തിൽ ആണ് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഇത് പശുവിൻ്റെതായിട്ട് ഉപയോഗിക്കരുതാത്തതായിട്ടുള്ള ഒരു ഭാഗം ഇല്ലല്ലോ. അതിന്റെ വിസർജ്യ വസ്തുക്കളായ ചാണകം പോലെ മൂത്രവും ചാണകവും ഒക്കെ ചേർന്നുള്ളതാണ് പഞ്ചഗവ്യം എന്ന് പറയുന്ന വിശേഷമായ പൂജാ സംവിധാനത്തിലെ നമ്മൾ ശുദ്ധീകരണ ക്രിയയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ് പഞ്ചഗവ്യം. പഞ്ചഗവ്യാഘൃതം, നെയ്യൊക്കെ ഉണ്ട്. അങ്ങനെ പല പല സംഗതികളും പല വിധത്തിലും പല രൂപത്തിലും പല ഭാവത്തിലും എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. പശു എല്ലാ തരത്തിലും നമുക്ക് നന്മ മാത്രം ചെയ്യുന്ന ഒരു മൃഗമാണ്. ഒരു മൃഗം എന്ന് അല്ല അന്ന് ആചാര്യൻ നമ്മുടെ ഈ പശുവിനെ വിശേഷിപ്പിച്ചത് ഗോമാതാവ് എന്ന് തന്നെയാണ്. പുരാണങ്ങളിലെല്ലാം കാമധേനു അങ്ങനെ അനവധി വിശേഷപ്പെട്ട പശു സൃഷ്ടികളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. കാമധേനുവിന് വേണ്ടിയും ഒക്കെ യുദ്ധം നടന്ന കാര്യങ്ങളൊക്കെ വളരെ സവിസ്തരം പുരാണങ്ങളിലൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പശുവിന്റെ ഈ വിശേഷത അല്ലെങ്കിൽ അതിന്റെ എന്താ പറയുക, പശുവിനുള്ള സ്വീകാര്യത മറ്റ് മൃഗങ്ങളിലേക്ക് നമ്മുടെ പുരാണങ്ങളിലും നമ്മുടെ ശാസ്ത്രത്തിലും ഇത്രത്തോളം പ്രാധാന്യത്തോടെ മറ്റൊന്നിനും കൊടുത്തിട്ടില്ല എന്ന് വേണമെങ്കിൽ എന്നല്ല നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാം. ഇവിടെ പശുത്തൊഴുത്ത് പണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഴയ വീടിന്റെ ഒരു ആഢ്യത്വത്തെ സൂചിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. ഈ ആഢ്യത്വം എന്നുള്ള പദമൊന്നും ഇപ്പൊ പറയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും നമ്മുടെ ക്ലാസിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ പലപ്പോഴും ഈ പദങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ പണ്ട് ഈ നാലുകെട്ട് പോലെയുള്ള നല്ല ആലയങ്ങളൊക്കെ കൃത്യമായി ഉണ്ടാക്കി കണക്ക് വെച്ചൊക്കെ ഉണ്ടാക്കുന്ന ആലയങ്ങളുടെ ഫ്രണ്ടില് അലങ്കാരത്തിനേക്കാൾ ഉപരിയായിട്ട് ഒരു പശുത്തൊഴുത്ത് നിർബന്ധമായിരുന്നു. അലങ്കാരം എന്നുള്ളതല്ല, എന്നാൽ പിന്നീട് അത് അലങ്കാരമായിട്ട് ആക്കിയിട്ട് പശുവിനെ വളർത്താതിരിക്കുന്ന, പശു ഇല്ലെങ്കിലും ഒരു തൊഴുത്ത് വെറുതെ കിടക്കണം, തൊഴുത്തുണ്ടായിരിക്കണം, കണക്ക് വെച്ചുണ്ടായിരിക്കണം, ആ തൊഴുത്ത് പൊളിച്ച് കളയാത്ത പല നിർമ്മാണ സംഗതികളും നമ്മളുടെ ഈ വാസ്തുജീവിതത്തിനിടയിൽ പരിശോധിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പശുവില്ലാത്തൊരു പശുത്തൊഴുത്ത് അതൊരു അലങ്കാരമാണ് എന്ന് പറയാനേ പറ്റൂ. പക്ഷെ അവിടെ പശു ഇല്ലെങ്കിൽ അതിന് ജീവനില്ലല്ലോ. നമ്മുടെ നിർമ്മാണ കലയിൽ തന്നെ അങ്ങനെയാണല്ലോ പറയുന്നത്. അനവധി മുറികൾ ഉണ്ടായിട്ട് കാര്യമില്ല. ആ മുറികളിലൊക്കെ വാസം ഇല്ല എന്നുണ്ടെങ്കിൽ അതിൽ നെഗറ്റീവ് ഫോഴ്സിന്റെ ഇമ്പാക്ട് ഉണ്ടാവും. അത് നമുക്ക് ഗുണത്തെക്കാളാറ് ദോഷം ചെയ്യുന്നുള്ള. ഇവിടെ നമുക്ക് വീണ്ടും അതിലേക്ക് പോകണ്ട. നമുക്ക് പശുത്തൊഴുത്തിനെ പറ്റി ഒന്ന് സവിസ്തരം ഇപ്പൊ ഇത്രയും സമയം സംസാരിച്ചത് പശുത്തൊഴുത്തിനെ പറ്റിയാണ്. ഈ പശുത്തൊഴുത്തിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചിന്തിച്ചിരിക്കാവുന്ന ഒറ്റ സംഗതി എന്ന് പറഞ്ഞാൽ ഇത് ഗൃഹാപേക്ഷിതം തന്നെയാണ്. ശാസ്ത്രങ്ങള് മുഖപുര മാത്രമാണ് എന്ന് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും പലപ്പോഴും യുക്തി ഇതിനകത്ത് സ്വീകരിക്കേണ്ടതായിട്ട് വരും. യുക്തി സ്വീകരിക്കേണ്ടതായിട്ട് വരും എന്നും ശാസ്ത്രം മുഖപുര മാത്രമാണെന്നും പറയാനുള്ള കാരണം, ശാസ്ത്രം രചിക്കപ്പെട്ട കാലഘട്ടത്തിൽ ഒരുപാട് വസ്തു ഉണ്ടായിരുന്ന സമയത്താണ്, അല്ലെങ്കിൽ ഒരുപാട് ഭൂമി ഉണ്ടായിരുന്ന സമയത്ത് ഭൂമി തിരഞ്ഞെടുക്കലും വിപ്രാധിവേശം ഭൂമി തിരഞ്ഞെടുത്തിട്ട് അവിടെ മറ്റ് സപ്തശുദ്ധികളൊക്കെ നടത്തി അതിനകത്ത് ഗൃഹനിർമ്മാണം സാധ്യമാക്കിയിട്ട് ഗൃഹത്തിന്റെ വെളിയിൽ, ഗൃഹത്തിന് കൽപ്പിച്ചിരിക്കുന്ന പരിധിക്ക് വെളിയിൽ ആണ് ഈ പറയുന്ന ഉപാലയങ്ങളും മറ്റ് പശുത്തൊഴുത്തുകൾ, കാളത്തൊഴുത്ത്, എരുമത്തൊഴുത്ത് എന്നൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കും. നമുക്കിപ്പം വ്യക്തമായിട്ട് സൂചിപ്പിച്ചാൽ നമുക്ക് കിഴക്കുവശം മൊത്തത്തിൽ വീടിന് അഭിമുഖമായിട്ട് ചെയ്യാം. കിഴക്കോട്ട് ദർശനമായിരിക്കുന്ന വീടിന്റെ കിഴക്കുവശത്തും പടിഞ്ഞാറ് വശത്തും തെക്ക് വശത്തും ചെയ്യാം. കിഴക്കോട്ട് ദർശനമെന്നല്ല, എങ്ങോട്ട് ദർശനമായ വീടിന്റെയും വടക്ക് വശത്ത് ഈ പറഞ്ഞിരിക്കുന്നതായ, ഇതിനകത്ത് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. വടക്ക് വശത്ത് ഒരു മൃഗത്തൊഴുത്തുകളും പാടില്ല. വടക്ക് വശത്ത് വടക്ക് പടിഞ്ഞാറ് പട്ടിക്കൂടോ മറ്റോ അതുപോലെയുള്ള കോഴിക്കൂടുകളൊക്കെ വെക്കാമെന്നുള്ളതല്ലാതെ ഈ പറഞ്ഞ നമുക്ക് ഗുണമുണ്ടാകുന്ന പശു, എരുമ, കാള, പോത്ത് തുടങ്ങിയവ, ഈ പോത്ത് എരുമയെ പറ്റിയൊക്കെ പറയുമ്പോഴത്തേക്ക് വളരെ സവിസ്തരം വേറെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശാസ്ത്രം മുഖവര മാത്രമാണ്. അതിൽ കൂടാതെ യുക്തിപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും വൃദ്ധശില്പികളുടേതായ അഭിപ്രായങ്ങളും ഒക്കെ ആരായുകയും വൃദ്ധശില്പികൾ എന്താണെന്ന് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം യുക്തിപൂർവ്വം സ്വീകരിക്കുകയും വേണമെന്ന് താല്പര്യമുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ പശുത്തൊഴുത്ത്. നമുക്ക് വീടിന് അഭിമുഖമായിട്ട് അല്ലെങ്കിൽ വീടിന്റെ പിറകിലോ അല്ലെങ്കിൽ പാർശ്വത്തിൽ വരുമ്പോഴത്തേക്ക് വടക്കുവശം ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ചെയ്യാം എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം.
ഇവിടെ ഈശാനൻ, പർജന്യൻ, ജയന്തൻ, ഇന്ദ്രൻ, ആദിത്യൻ, സത്യകൻ, പ്രശൻ, അന്തരീക്ഷൻ, അഗ്നി എന്ന് തുടങ്ങുന്ന ഈ 9 ദേവന്മാർ വടക്ക് കിഴക്കേ മൂലയിൽ നിന്ന് തെക്കോട്ട് പ്രദക്ഷിണമായിട്ട് വരുമ്പോൾ പർജന്യനും ജയന്തന്റെ ഇന്ദ്രന്റെയും പദത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് ആ പദനിരൂപണവും പദകൽപ്പനയും ഒക്കെ വേണ്ടി വരുന്നതായ സ്ഥല സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമല്ലേ പറ്റൂ. 5 സെന്റിലും 3 സെന്റിലും ചെയ്യുമ്പോൾ അവിടെ ഒരു തൊഴുത്താണ് ആവശ്യമായിട്ട് വരുന്നെങ്കിൽ അത് വീടിന് അഭിമുഖമായിട്ട് തന്നെ ചെയ്യുന്നതിൽ വിരോധമില്ല. വീടിന് അഭിമുഖമായിട്ട് തന്നെ ചെയ്യാം. അതല്ല ഫ്രണ്ടിൽ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് ബാക്കിലാണ് സ്ഥലം എന്നുണ്ടെങ്കിൽ ബാക്കിൽ ചെയ്യാം. കിഴക്കോട്ട് ദർശനമായ വീടിന്റെ പടിഞ്ഞാറ് വശത്ത് ബാക്കിൽ വീടിന് അഭിമുഖമായിട്ട് ചെയ്യാം. വീടിനെ നോക്കി നിൽക്കുന്ന ആ രീതിയിൽ തന്നെ വരണമെന്നാണ് പശു. ഇപ്പൊ കിഴക്ക് വശം വന്നാൽ വീടിലേക്ക് തിരിഞ്ഞ് പടിഞ്ഞാറ് നോക്കിയുള്ള പശുത്തൊഴുത്തും, പടിഞ്ഞാറ് വശത്ത് വന്നാൽ വീടിലേക്ക് നോക്കി കിഴക്കോട്ട് നോക്കിയുള്ള പശുത്തൊഴുത്തും, തെക്ക് വശത്ത് വന്നാൽ വടക്കോട്ട് നോക്കിയുള്ള പശുത്തൊഴുത്തുമാണ് നമ്മൾ പഴയ സമ്പ്രദായ പ്രകാരം പഴയ ആചാര്യന്മാർ സ്വീകരിച്ചിരിക്കുന്നതായിട്ടുള്ള സമീപനം നോക്കി നമുക്ക് ക്രമപ്പെടുത്തിയെടുക്കാവുന്നത് ഇത്രയുമാണ്. ഇതാണ് ഏറ്റവും എളുപ്പമായിട്ട് മനസ്സിലാക്കി വെക്കാൻ പറ്റുന്നൊരു, ഇതിനെപ്പറ്റി പറയാനുള്ള ഏറ്റവും എളുപ്പമായുള്ള ഒരു സംവിധാനം ഇത് തന്നെയാണ്. വടക്കുവശത്ത് നമുക്ക് ഈ പറഞ്ഞതുപോലെ പശുത്തൊഴുത്ത്, അതായത് തെക്കോട്ട് ദർശനമായിട്ട് തെക്കോട്ട് മുഖമായിട്ട് പശുത്തൊഴുത്ത് ഉണ്ടാക്കാൻ പാടില്ല എന്ന് തന്നെയാണ് അതിന്റെ ചുരുക്കം. അപ്പൊ തെക്കോട്ട് ദർശനമായിട്ട് അല്ലാതെ സാറേ വടക്കോട്ട് ദർശനമായിട്ട് ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദ്യം വരാം. ഇല്ല. അപ്പൊ വടക്കുവശത്ത് മൊത്തത്തിൽ ഉപേക്ഷിക്കണമെന്ന് ആചാര്യൻ പറഞ്ഞതിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് പശു വടക്കുവശത്ത് തെക്കോട്ടോ വടക്കോട്ടോ ദർശനമായിട്ട് വീടിന്റെ ഗൃഹാപേക്ഷിതമാണിത്. ഗൃഹത്തിനെ അപേക്ഷിച്ചാണ് ഈ പറഞ്ഞതുപോലെ പശുത്തൊഴുത്ത് വരുന്നത്. അപ്പൊ 5 സെന്റിലോ 3 സെന്റിലോ വരുമ്പോൾ ഗൃഹത്തിന്റെ വാതിലടഞ്ഞ് പശുത്തൊഴുത്ത് ചെയ്ത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാവുന്ന തന്നെയാണ്. അല്ലെങ്കിൽ ബാക്കിൽ വശത്ത് മധ്യത്ത് കൃത്യമായ ഗമനം കൊടുത്തുകൊണ്ട്, അതായത് സൂത്രങ്ങളുടെ കൃത്യമായ ഗമനം, ഈ പശുത്തൊഴുത്തിന്റെ മധ്യവും ഗൃഹത്തിന്റെ മധ്യവും വാസ്തുമധ്യവും ഏതാണ്ട് വേറെ വേറെ ആയിരിക്കണമെന്നുള്ളതാണ് അവസാനം പറഞ്ഞിരിക്കുന്ന സൂത്രങ്ങളൊന്നും തട്ടാതെ വരിക എന്നുള്ളത്. പിന്നീട് പറഞ്ഞിരിക്കുന്ന കോർണർ സൂത്രങ്ങൾ എന്തായാലും സാമാന്യന് ഈ പറഞ്ഞിരിക്കുന്ന നിയമപ്രകാരം തട്ടാൻ നിയമമില്ല. പിന്നീട് ഒരു സൂത്രം ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ തെക്ക് വശത്ത് വരുന്ന യമന്റെ പദത്തിൽ വരുന്നത് അത് വളരെ സസൂക്ഷ്മം, വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു സംഗതിയാണ്. പശുവിന് അവിടെ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ, ശാസ്ത്രത്തിൽ പശുവിന് പറയുന്നില്ല എന്നുണ്ടെങ്കിലും എരുമയ്ക്കും പോത്തിനും കാളയ്ക്കും ഒക്കെയാണ് യമപദം ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും പശുവിന് ചില സമയത്ത് നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നാൽ അവിടെ ആ യമപദത്തിന്റെ സിംഹഭാഗവും കയറി വരാതെ ഒന്നുകിൽ കിഴക്കോടോ ഗമിപ്പിക്കുക അല്ലെങ്കിൽ പടിഞ്ഞാട്ട് ഗമിപ്പിക്കുക. അതായത് ഗന്ധർവന്റെയോ ഫ്രഷന്റെയോ അല്ലെങ്കിൽ ഗൃഹക്ഷതന്റെയോ വിദഗ്ധാവിന്റെയോ ഭൂഷാവിന്റെയോ അഗ്നിയിലേക്ക് കയറാതെ ഇങ്ങനെ ചെയ്ത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്ന് തന്നെയാണ് ആചാര്യമതം. മാത്രമല്ല വൃദ്ധശില്പികൾ നേരത്തെ അനുവർത്തിച്ചു വന്നത് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കിയതും നമ്മൾ ഇന്ന് സ്വീകരിക്കുന്നതുമായ സമ്പ്രദായം ഇതൊക്കെ തന്നെയാണ്. അപ്പൊ ഇതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് വടക്കുവശത്ത് ഗൃഹത്തിന്റെ വടക്കുവശത്ത് ഗൃഹാപേക്ഷിതമാണ്. ഗൃഹത്തിന്റെ വടക്കുവശത്ത് തെക്കോട്ടോ വടക്കോട്ടോ അല്ലെങ്കിൽ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ ദർശനമായി ഗൃഹത്തിന്റെ വടക്കുവശത്ത് ഒരു കാരണവശാലും പശുവോ ആട് മാട് കാള പോത്ത് എരുമ ഇതുപോലെയുള്ള നാൽക്കാലികൾക്ക് സ്ഥാനം കൽപ്പിച്ച് കണ്ടിട്ടില്ല, കാണുന്നില്ല. അങ്ങനെ ചെയ്തിട്ടുള്ളിടത്തൊക്കെ അത് മാറ്റാനുള്ള നിർദ്ദേശം കൊടുത്ത് അത് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടുള്ളിടത്തൊക്കെ പശുവിന് ചെറിയ രോഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതിന്റെ പിന്നിലെ ശാസ്ത്രീയത എന്താണെന്ന് അറിയില്ല. എന്നിരുന്നാലും പശു തെക്കോട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ മൃഗങ്ങളൊക്കെ തെക്കോട്ട് നോക്കുന്ന അത്ര സുഖമല്ല. എന്നിരുന്നാലും ഈ മൃഗപഥം എന്ന് പറയുന്ന കന്നിയിലെ മൂലയിൽ നിന്ന്, അതായത് കന്നിമൂലയിൽ നിന്നും തൊട്ട് മുന്നിൽ വരുന്ന, തൊട്ട് കിഴക്കുവശത്ത് വരുന്ന മൃഗപഥത്തിൽ പട്ടിക്കൂട് ചെയ്യാനൊരു വിധിയുണ്ട്. പക്ഷെ അത് വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതാണ്. അവിടെ ഈ സൂത്രങ്ങൾ, ഗൃഹത്തിന്റെ സൂത്രം, വസ്തുവിന്റെ കോർണർ സൂത്രം വന്നില്ലെങ്കിലും ഗൃഹത്തിന്റെ സൂത്രം വന്നു ചേരാൻ സാധ്യത ഉള്ളത് കൊണ്ട് മൃഗപഥം എന്ന് കേട്ടത് കൊണ്ട് ചാടി നമുക്ക് അവിടെ ചെയ്യാൻ നിവർത്തിയില്ല. വസ്തു വലുതാണെങ്കിൽ മാത്രമേ അവിടെ ചെയ്യാൻ നിയമമുള്ളൂ. പിന്നീട് പറയുന്നത് വായുവില് ചെയ്യാം. വായുവില് അത് നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നതിന് ഉപരിയായിട്ട് നമ്മുടെ വൃദ്ധശില്പികളും നമ്മുടെ പൂർവ്വ ആചാര്യന്മാരും സ്വീകരിച്ചു പോന്നിരിക്കുന്ന ഒരു സംവിധാനമാണ് ഈ പട്ടിക്കൂടോ അല്ലെങ്കിൽ അതുപോലെയുള്ള കൂടുകൾ വായുവില് ചെയ്യാം. അതിന്റെ കോർണർ, അതായത് മൃത്യുസൂത്രത്തിന്റെ കോർണർ ഒഴിച്ചിട്ട് അവിടുന്ന് തെക്കോട്ടോ കിഴക്കോട്ടോ നീക്കി ചെയ്ത് കണ്ടിട്ടുണ്ട്. ചെയ്യാൻ നമ്മൾ പ്ലാൻ കൊടുക്കുകയും അങ്ങനെ സ്ഥാനം കാണുകയും ചെയ്തിട്ടുണ്ട്. പൊതുവെ ഇത്രയും മനസ്സിലാക്കിയിരിക്കുന്നതായിരിക്കും നല്ലത്. അതിലേറ്റവും ഓർത്തിരിക്കേണ്ടത് വടക്കുവശം പാടില്ല എന്ന് തന്നെയാണ്. എവിടെയെങ്കിലും വടക്കുവശം കണ്ടതുകൊണ്ട് ഉടനെ അത് വേഗത്തിൽ ചെന്നിട്ട് അത് പൊളിച്ചു മാറ്റൂ എന്ന് പറയുന്നതല്ല.
അവിടെ മറ്റേതെങ്കിലും തരത്തിലുള്ള നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വേറെ മറ്റേതെങ്കിലും തരത്തിലുള്ള ആപൽ ഘട്ടങ്ങളോ ആപൽ പക്ഷങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ വടക്കുവശം സ്വീകരിച്ചതിന് ഒരു പ്രമാണം ഉണ്ടായിരിക്കും. ആ പ്രമാണം ഏതായാലും നമ്മുടെ ചന്ദ്രികയിൽ വടക്കുവശം സ്വീകരിക്കാനായിട്ട് കാണിക്കുന്നില്ല. ആ പ്രമാണമാണ് ഇപ്പൊ പറഞ്ഞത്, കാണിക്കുന്നില്ല. സാധാരണഗതിയിൽ കണ്ടിട്ടുമില്ല. പിന്നെ അത്യപൂർവമായിട്ട് ഒന്നോ രണ്ടോ സ്ഥലത്ത് ഇത്ര വാസ്തു പരിശോധനയുടെ ഇടയിൽ ഒന്നോ രണ്ടോ സ്ഥലത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് മാറ്റാൻ തന്നെ വിളിച്ച കൂട്ടത്തിലാണ് കണ്ടത്. അത് പഴക്കമുള്ളതായിരുന്നില്ല. അത് ഒരുപാട് ഇത് പഴക്കമില്ലാത്ത ഏതാണ്ട് തൊട്ടടുത്ത കാലഘട്ടത്തിൽ ചെയ്ത നിർമ്മാണമായിട്ടാണ് കണ്ടത്. ഇത് ഇത്രയും മനസ്സിലാക്കി വെക്കുന്നതായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ശ്ലോകവുമായിട്ട് ഇതിന്റെ പറയാനുള്ളത്. ഓക്കെ. ഇവിടെ നമ്മളൊരു വീട് ഉണ്ടാക്കുന്നു. ആ വീടിന് ചുറ്റുമായിട്ട് ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു വീട് നമ്മളിവിടെ ചെയ്യുന്നു. ആ വീടിന് ചുറ്റുമായിട്ട് നമ്മൾ ഇതിനെ 9 പദങ്ങളാക്കി മാറ്റുന്നു. 1, 2, 3 ഇങ്ങനെ 9 കണ്ണങ്ങളാക്കി മാറ്റും. അപ്പൊ നമുക്ക് 18 മീറ്റർ നീളമാണെങ്കിൽ അതിനെ 2 മീറ്റർ വീതമുള്ള ഓരോ പദങ്ങളാക്കി മാറ്റിയിട്ടാണ് ആ 2 മീറ്ററിന് അകത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഇവരിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ എഞ്ചിനീയറിംഗിലൊക്കെ നമ്മൾ പണ്ട് കാലത്ത് ഗ്രാഫൊക്കെ വരയ്ക്കുന്നത് പോലെ ഇവരും ഇവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇത് ഓരോ സ്ഥലത്തുനിന്നും ഇത്ര മാറി ചെയ്യണം. ഇവരിപ്പോ ഒരു പേര് പറയുന്നു എന്ന് പറയുന്നത് പോലെ നമ്മളിപ്പോ പറയുന്നു F1, 2, F3 അങ്ങനെയൊക്കെ നമ്മൾ പണ്ട് കാലത്ത് പറയാറുണ്ടായിരുന്നു. അതുപോലെ ഇവര് ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് പേരുകൾ കൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെ ഒരു പേര് കൊടുത്തുകൊണ്ട് നമ്മൾ അതിനകത്ത് ഓരോന്നും ഇന്ന സ്ഥലങ്ങളിൽ വരണം എന്ന് പറഞ്ഞ് അടുക്കും ചിട്ടയായിട്ട് ഇവിടെ പറഞ്ഞിരിക്കും. ഇപ്പോൾ ഏതാണ്ട് കുറച്ചു കാലം മുമ്പ് വരെയും, അതായത് 1 വർഷം മുമ്പ് വരെയും ഇങ്ങനെ പശുത്തൊഴുത്തിനൊന്നും സ്ഥാനം കാണാനായിട്ട് എൻ്റെ അടുത്ത് പറയാറില്ല. പക്ഷെ ഇപ്പോഴ് ഈ നാടൻ പശുവിനെ തന്നെ വളർത്തി അതിന്റെ പാലെടുത്ത് കൊടുക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുക. നാടൻ പശുവിൽ തന്നെ വളർത്തി പാലെടുത്ത് കൊടുക്കുന്ന ഇന്നൊരു വളരെ സമ്പത്തുള്ളവരുടെ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഇതായിട്ട് മാറിയിട്ടു. അതായത് 2 രീതിയിൽ നമുക്ക് പശുക്കളെ വളർത്താറുണ്ട്. പണ്ട് കാലത്ത് നമ്മൾക്കൊരു 10 വർഷം 15 വർഷം മുമ്പൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ ഇതായിട്ടുള്ള പാല് വളരെ കൂടുതൽ കിട്ടുന്ന പശുക്കളെ വളർത്തുകയും അതിനെ ഇതിനായിട്ട് ഉപയോഗിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടമായി. അതുകൊണ്ട് തന്നെ അന്നൊന്നും നമ്മുടെ അടുത്ത് ആരും പശുത്തൊഴുത്തിന് സ്ഥാനം കാണാനായിട്ട് പറയാറില്ല. പക്ഷെ ഇന്നിപ്പോഴ് ഈ പറയുന്ന ചെറിയ നാടൻ പശുക്കളെ പാലിന് നല്ല വിലയാണ്, ഔഷധ ഗുണമുണ്ട് എന്ന് വന്നതുകൊണ്ടായിരിക്കാം ഇപ്പോഴ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പല സ്ഥലത്തും എന്നെ വിളിച്ചിട്ട് സ്ഥാനം കാണാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം കൂടി നിങ്ങളുടെ അടുത്ത് ഈ സിലബസിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പൊ ഇവിടെ നമുക്ക് ഒരു വീട് നമുക്കിവിടെ ഉണ്ടെങ്കിൽ ആ വീടിന് ചുറ്റുമാണ്, ആ വീടിന്റെ ഇന്ന സ്ഥലങ്ങൾക്കാണ് നമ്മൾ ചെയ്യുന്ന. അപ്പൊ വീടിന് ചുറ്റുമായിട്ട് നമ്മൾ ഈ പറയുന്ന 81 പദങ്ങൾ. അപ്പൊ ഈ സൈഡിലെ അളവിനെ എത്രയാണോ നമ്മുടെ അതിന്റെ മെഷർമെന്റ് അതിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബ്രെത്തിനെയും നമ്മൾ 9 ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് അതിന്റെ ഓരോ സ്ഥാനങ്ങൾക്കകത്ത് നിർത്തിക്കൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഇവർ ഉദ്ദേശിച്ചത്. അപ്പൊ ഇവിടെ 3 പദങ്ങൾ ഒരുമിച്ച് വരികയാണെങ്കിൽ നമുക്ക് 3ഉം കൂടി ഒന്നാക്കി എടുത്തുകൊണ്ട് നമുക്ക് ചെയ്ത് കാണാറുണ്ട്. അപ്പൊ അതാത് സ്ഥാനങ്ങളിൽ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്, ഒരു അടുക്കും ചിട്ടയുമായിട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സാറ് നേരത്തെ പറഞ്ഞതുപോലെ വടക്ക് സൈഡിൽ അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല. പക്ഷെ ഇത് എന്തുകൊണ്ട് എന്നുള്ളതിന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെപ്പോലുള്ള ആൾക്കാരൊന്നും ഈ ശാസ്ത്രം പഠിക്കുകയും ഇതിൽ വലിയ റിസർച്ചുകൾ നടക്കുകയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് എന്തുകൊണ്ട് എന്നതിന് ഒരു ആൻസർ കിട്ടാത്ത ഒരു കാലഘട്ടം. നമ്മളെപ്പോലുള്ള എഞ്ചിനീയേഴ്സ് ഒന്നും ഇപ്പൊ ഈ രീതിയിൽ പ്രമാണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശ്ലോക സഹിതം പഠിക്കാനായിട്ടും അല്ലെങ്കിൽ പഠിപ്പിക്കാനായിട്ടോ ആരും തയ്യാറായിട്ടില്ല. അതിന് മാറാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞങ്ങൾ ഈ ഒരു കാര്യം ചെയ്തത്. ഗ്രന്ഥങ്ങളിൽ എന്ത് പറയുന്നുണ്ടോ അത് നമുക്ക് ഫോളോ ചെയ്യാം. അപ്പൊ ഗ്രന്ഥങ്ങളിൽ പറയുന്ന അതാത് സ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ പശുത്തൊഴുത്തും അതുപോലെ അതുകൂടാതെ ഇന്ന് പട്ടിക്കൂടിനാണ് യഥാർത്ഥത്തിൽ കൂടുതൽ പേരും സ്ഥാനം കാണാനായിട്ട് ഇന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അവിടെയും ചെയ്യുന്നതിന്റെ സ്ഥലത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് ബിജു സാർ പറയുകയുണ്ടായി. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഇതിനെക്കുറിച്ചുണ്ടെങ്കിൽ ചോദിക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത് സർ, നവവർഗ പദകൽപ്പന ബേസ് ചെയ്ത് നിൽക്കുന്നത് വാസ്തുകണ്ഠത്തിനല്ലേ, വീടിനല്ലല്ലോ? നവവർഗ കൽപ്പന നടത്തുന്നത്
വാസ്തുകണ്ഠത്തിനാണ്. നമ്മൾ വളരെ കൃത്യമായിട്ട് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മള് വാസ്തുകണ്ഠം കെട്ടിയിട്ട് അതിന്റെ ഉള്ളിൽ പറഞ്ഞ പോലെ തിരിച്ചിട്ട് അല്ലേ ഇതിന്റെ സ്ഥാനമൊക്കെ കാണുക. ഓക്കെ. അതെ അതെ അതെ, കണ്ടിട്ടില്ലേ പഴയ വീടുകളിലൊക്കെ വീടിനോട് ചേർന്നല്ലേ പശുത്തൊഴുത്ത് കണ്ടിട്ടില്ലേ? തൊട്ടടുത്ത് തന്നെയല്ലേ? അതെ സർ, അതെ തൊട്ടടുത്ത് തന്നെ കണ്ടിട്ടില്ലേ പഴയ വീടുകളിലൊക്കെ? കണ്ടിട്ടുണ്ട്. എനിക്കൊരു ചെറിയൊരു സംശയമുണ്ട് സാർ. ബിജു സാറ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ആ മൃഗ ഇതിൽ വരും അല്ലെ, നമ്മുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആ മൃഗം ഇത് വരുന്ന ആ ഒരു സാർ പറഞ്ഞില്ലേ, ഒരു പ്ലോട്ടിന്റെ സൂത്രമല്ല, ഗൃഹത്തിന്റെ സൂത്രം എന്ന് പറഞ്ഞാൽ എനിക്കത് ശരിക്കും വ്യക്തമായിട്ടില്ല സാർ. അത് എന്താ ഉദ്ദേശിച്ചത്? അതെ, ഗൃഹത്തിന്റെ കോർണർ സൂത്രം ആ മൃഗപദത്തിലേക്ക് കയറി വരാൻ സാധ്യതയുണ്ട്. മൃഗപദം എന്ന് പറയുന്നത് കന്നി മൂലയിൽ നിന്നും അതായത് തൊട്ട് മുകളിലായിട്ട് ഇപ്പൊ ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്ന അതിന്റെ തൊട്ട് മുകളിൽ, കന്നിമൂലയിൽ നിന്ന് തൊട്ട് മുകളിൽ എന്ന് പറഞ്ഞാൽ തൊട്ട് കിഴക്ക് വശത്ത് ആ പദത്തില് നമുക്ക് മൃഗപദം എന്നുള്ള പേര് കൊണ്ട് തന്നെ നമുക്ക് അർത്ഥമാക്കാമല്ലോ. മൃഗങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള സ്ഥലമാണെന്നുള്ളത്. അവിടെ മൃഗങ്ങളുമായി ബന്ധപ്പെട്ട, അതായത് ഈ വളർത്തുമൃഗങ്ങൾക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള ചെറിയ പക്ഷിക്കൂടുകളോ ഒക്കെ ചെയ്യാവുന്ന പറ്റുന്ന സ്ഥലമാണ്. പക്ഷെ അവിടെ പലപ്പോഴും അത് ചെയ്തു വരുമ്പോഴത്തേക്ക് ഇതിന്റെ കോർണർ സൂത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൃഹത്തിന്റെ കോണിൽ നിന്ന് 45ലേക്ക് വരുന്ന കോർണർ സൂത്രം, ഗൃഹത്തിന്റെ കോണിൽ നിന്നും പുറത്തേക്ക് ഗമിക്കുന്നതായ 45ൽ നിന്നും ഗമിക്കുന്നതായ കോർണർ സൂത്രം. അതാണ് സമസ്ത ഗേഹാങ്കണ കുപവാപി ദ്വാരാതിമധ്യമിത സൂത്രവേദ സമസ്തേ ഷവി വർജനീയോ രജോശ കോണാലേ കർണയോച്ച എന്നുള്ളൊരു പ്രമാണം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് കോർണർ സൂത്രം എന്ന് പറയുന്നത്. കോൺ സൂത്രം എന്ന് വേണമെങ്കിൽ പറയാൻ. ഇതിനകത്ത് വന്ന് പെടാൻ പാടില്ല. അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ മൃഗപദത്തിലേക്ക് അങ്ങനെ കൊണ്ടുപോകാറില്ല. കാരണം വീട് ഈശത്തിലേക്കാണ് കയറി നിൽക്കുന്നതെങ്കിൽ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, വീട് ഈശത്തിലേക്കാണ് കയറി നിൽക്കുന്നതെങ്കിൽ ഏതാണ്ട് ഈ മൃഗപദത്തിലൊക്കെ കൂടെ തന്നെ വരാം ഈ കോർണർ സൂത്രം. മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ വലിയൊരു പ്ലോട്ടാണെങ്കിൽ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരുമല്ലേ സാർ? ഈ കോർണർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കും. അതെ, അതുകൊണ്ട് ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, ഇപ്പൊ വരച്ചത് കണ്ടോ? അതാണ് ഞാൻ ഈ പറഞ്ഞൊരു അപകടമാണത്. ഇങ്ങനെ നമ്മൾ വീടിന് സ്ഥാനം കണ്ടിട്ട് നമ്മൾ പദകൽപ്പനയൊക്കെ നടത്തി ദേവതാ വിന്യാസ ക്രമമൊക്കെ നടത്തിയിട്ട് അവിടെ ഈ കോർണറിൽ, കൃത്യമായ കോർണറിൽ വെച്ചാൽ എന്താ, ആ പശുവിന് അവിടെ ഒരു പട്ടിക്കൂട് കെട്ടുന്നു എന്ന് തന്നെ കരുതുക. മൃഗപദത്തിൽ ഒരു പട്ടിക്കൂട് കെട്ടുന്നു അല്ലെങ്കിൽ ഒരു പക്ഷിക്കൂട് വെച്ചു എന്ന് കരുതുക. അവിടെ വെച്ചാൽ അത് അത്ര സുഖകരമായിരിക്കില്ല. അവിടെ കോർണർ സൂത്രങ്ങൾ ഒഴിവാകണമെന്ന് തന്നെയല്ലേ നിയമം. വീടിന്റെയും ഈ കോർണർ സൂത്രങ്ങൾ, വസ്തുവിന്റെയും കോർണർ സൂത്രങ്ങൾ ഒന്നാവാതെ വരുമ്പോഴാണല്ലോ ഈ പറഞ്ഞതുപോലെയുള്ള പദങ്ങളിലേക്ക് ഈ സൂത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കയറി വരുന്നത്. ഇതിപ്പോ കർണസൂത്രം കയറി വരില്ല, കർണസൂത്രം ഇവിടെ കയറി വരില്ല. മൃഗപദത്തിൽ ഒരു കാരണവശാലും വരില്ല, എത്ര സൂത്രവർണ്ണമായാലും വരില്ല. ഇതിപ്പോ വീടിന്റെ ഇപ്പൊ നമ്മൾ ഡയഗ്രം ഇപ്പൊ ചെയ്തതുണ്ടല്ലോ, അത് പ്രകാരം വന്നാൽ ഇത് അതിന്റെ കോർണർ സൂത്രം ഇതിനകത്തോട്ട് കയറി വരും. ഈ സൂത്രം കയറി വരുന്നത് അത്ര നല്ലതല്ല. അതേ സൂത്രം തന്നെ വടക്ക് പടിഞ്ഞാറ് വശത്ത് വായുവിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞത്. വായുവിന്റെ കൃത്യമായ ആ സ്ഥലത്ത് നിന്ന് കോർണർ സൂത്രം ഒഴിവാക്കിയിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ കിഴക്കോട്ടോ തെക്കോട്ടോ നീക്കി രോഗനിലേക്കോ നാഗനിലേക്കോ ഒക്കെ ലേശം കയറി വായുവിന്റെ പദവും അല്ലെങ്കിൽ അതും കൂടെ മറ്റേതും കൂടെ ചേർത്തിട്ട് തൊട്ടടുത്ത പദവും കൂടെ ചേർത്തിട്ട് നമ്മൾ പട്ടിക്കൂടിന് സാധാരണഗതിയിൽ സാമാന്യേന കണ്ടാൽ വേറെ വിഷമമൊന്നുമില്ല, അതവിടെ സ്വസ്ഥതയോടുകൂടി കിടക്കും. ക്ലിയർ ആയോ? ക്ലിയർ ആണ് സാർ. ഒരു ചെറിയൊരു സംശയം, ഈ പാർജന്യം, ജയന്തം, ആ ഒരു ഇന്ദ്രം അതൊക്കെ വരുമ്പോൾ നമ്മുടെ ശരിക്കും കിണറിന്റെ ഒരു സ്ഥാനത്തിനടുത്തായിട്ട് അങ്ങനെ വരികയും ചെയ്യുമല്ലോ അല്ലെ? അതെ അതെ അതെ. പൊതുവെ ഹൈജീൻ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ. അതെ, അല്ല, പശുവും കിണറും അടുക്കളയും ഒക്കെ വടക്ക് കിഴക്കുവശത്താണ് പറഞ്ഞിരിക്കുന്നത്. പർജന്യപ ജനാലയം ശിഖിനിപാമേഷ ഋഷഭവാനിലെ എന്ന് പറഞ്ഞില്ലേ? പർജന്യപദത്തിൽ അടുക്കള ഉണ്ടാക്കാനെന്ന് പറഞ്ഞത്. അപ്പം അവിടെ അല്ലെങ്കിൽ മേടത്തിലോ ഇടവത്തിലോ ജയന്തപദത്തിലോ പർജന്യപദത്തിലോ ഒക്കെ കുംഭത്തിലോ ഒക്കെ കിണർ കുത്താൻ പറഞ്ഞു. അത് മൊത്തത്തിൽ വടക്ക് കിഴക്ക്. ഈ വടക്ക് കിഴക്കേ മൂല എന്ന് പറയുന്നത് വളരെ സവിശേഷമുള്ള മൂലയാണ്. ഈശാനക്കോൺ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. നമ്മുടെ ശാസ്ത്രത്തിന്റെ പഴക്കത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മൃതശില്പികളുടെയും പൂർവാചാര്യന്റെയും അഭിപ്രായ പ്രകാരം വടക്ക് കിഴക്കുന്നാണ് പോസിറ്റീവ് എനർജി വീട്ടിലേക്ക് വരുന്നതെന്നാണ്. വടക്ക് കിഴക്ക്
അപ്പൊ അതുകൊണ്ടാണ് വടക്ക് കിഴക്കുവശത്ത് എന്തുണ്ടാക്കാൻ പറഞ്ഞ അടുക്കളയും ജലവുമായി സ്വാധീനമുള്ളതും പശുവിനെ അവിടെ തന്നെ പശുത്തൊഴുത്ത് ഇതെല്ലാം ഒരേപോലെ തന്നെയാണ്. പൂജാമുറി വേണമെങ്കിൽ പൂജാമുറിക്കൊക്കെ ഏറ്റവും അത്യുത്തമമായ സ്ഥാനമാണിത്. ഇന്നത്തെ പോലെ കൊച്ചു വെളുപ്പിനെ തന്നെ ഈ ഇറച്ചി വേവിക്കുന്ന രീതി ആയിരുന്നില്ലല്ലോ അന്ന്. ഇന്ന് ഇപ്പം നമ്മുടെ ഭക്ഷണ സംസ്കാരത്തിൽ വന്ന മാറ്റത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി ചില നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശാസ്ത്രങ്ങൾ മുഖവുര എന്നുള്ളത് അടിസ്ഥാനമാക്കുകയും എന്നാൽ കുറച്ച് യുക്തിയും കൂടെ പ്രയോഗിക്കുകയും ചെയ്യേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ പഴയ ആ സമ്പ്രദായത്തിന് ഒരുപാട് മാറ്റം വന്നതുകൊണ്ട് കുറച്ച് മാറ്റങ്ങൾ നമ്മൾ ഇതിനകത്ത് കാലികമായ മാറ്റങ്ങൾ വരുത്തേണ്ടി വരാൻ നിർബന്ധിതരായി എന്ന് വേണമെങ്കിൽ പറയാം. ശരി സാർ, ക്ലിയർ ആയി. ഓക്കെ. ദാരുവിനിയോഗ വിധി. ഏകജാതിതരുഭിഃ പ്രകൽപ്പിതം ദ്വാരപാദഫലകാദികം ശുഭം അന്യഥാ യദി വധൂകുശീലതാ സംഭവേദിതി വദന്തി കേചന. ദാരു വിനിയോഗ വിധി. ദാരുക്കൾ എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങൾ അല്ലെങ്കിൽ മരങ്ങൾ. അത് എങ്ങനെ വിനിയോഗിക്കണം, എങ്ങനെയൊക്കെയാണ് അത് ഉപയോഗിക്കേണ്ടത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതൊക്കെ കണ്ട നമ്മൾ വാതിലൊക്കെ ചെയ്യുമ്പോൾ വിഷയങ്ങളാണ്. പക്ഷേ ഈ ദാരു വിനിയോഗ വിധിക്ക് അത് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ അപ്പൊ ദാരുവിൽ നിന്ന് തന്നെ അത് തുടങ്ങേണ്ടിയിരിക്കും. അപ്പോ ഒരു വൃക്ഷത്തെ നമ്മൾ ഇന്ന് കാണുന്നത് പോലെയല്ല. സാധാരണ നമ്മള് സകലത്തിലും ഈശ്വരാംശം കാണുന്നവരാണ്. അപ്പൊ അടുത്ത കാലത്താണ് ചെടികൊടികൾക്കെല്ലാം ജീവനുണ്ട് അല്ലെങ്കിൽ എല്ലാം മനസ്സിലാവുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്മളല്ല, വിദേശികൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് പറഞ്ഞു തന്നത്. പക്ഷെ നമ്മുടെ ആചാര്യന്മാർ കൃഷ്ണ ഈ ഗീതയിൽ പറഞ്ഞത് ഏകം സദ്വിപ്രാ ബഹുധാവതി, എല്ലാം ഈശ്വരന്റെ ചൈതന്യമാണ്, എല്ലാത്തിലും ജീവനുണ്ട് എന്നാണ്. ഈ പ്രപഞ്ചത്തിലുള്ള എന്തുണ്ടോ സകലത്തിലും ജീവചൈതന്യമുണ്ട്, ജഡവസ്തുവായിട്ട് ഒന്നും തന്നെ ഇല്ല. നമ്മൾ ഈ പരമാണുവിന്റെ വിഷയങ്ങളൊക്കെ പഠിക്കുമ്പോൾ അത് മനസ്സിലാവും. ജീവൻ ഇല്ലാത്തതായിട്ട് ജഡവസ്തുവായിട്ട് ഈ പ്രകൃതിയിൽ ഒന്നും തന്നെ ഇല്ല. അപ്പോ ഇപ്പൊ നമ്മള് പണ്ട് കാലങ്ങളിൽ ഗ്രഹണം വയ്ക്കുമ്പോൾ എന്താണ് 3, 4, 5 തലമുറകൾ നീണ്ടു നിൽക്കുന്ന വിധത്തിലാണ് ഈ ഗൃഹ സംവിധാനങ്ങളൊക്കെ നിർണയിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ വൃക്ഷങ്ങളെ മുറിക്കുമ്പോൾ അത്രയ്ക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള വൃക്ഷങ്ങളെ നല്ല മുഹൂർത്തങ്ങൾ നോക്കി, നല്ല സമയം നോക്കി, നല്ല ദിക്കുകൾ നോക്കി, അങ്ങനെ പല പ്രകാരത്തിലും എത്രത്തോളം ആ വൃക്ഷത്തിന് ശുഭത്വം ഉണ്ടാകും, അത് മനുഷ്യന് അല്ലെങ്കിൽ ആ ചെയ്യുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ശുഭത്വം ഉണ്ടാക്കാൻ സാധിക്കും എന്നവർ നല്ലവണ്ണം നിരീക്ഷിച്ച് മനസ്സിലാക്കിയിട്ട് അതിന് അനുയോജ്യമായ വിധത്തില് ഉള്ള വൃക്ഷങ്ങളെയും അതിന് യോഗ്യമായ വിധത്തിലുമാണ് അവര് ആ വൃക്ഷങ്ങളെ മുറിച്ചിരുന്നത് എന്നാണ്. ഇപ്പൊ വൃക്ഷത്തെ മുറിക്കുന്നതിന് നിയമങ്ങളുണ്ട്, അതിന് പ്രാർത്ഥനാദി കർമ്മങ്ങളുണ്ട്. അതുപോലെ തന്നെ താഴെ നിന്നും ഒരു കോൽ വിട്ടിട്ടാണ് മുറിക്കുന്നതെന്നൊക്കെ പറയുന്നു. ഇങ്ങനെ വൃക്ഷത്തിന് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ആ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് അവര് വൃക്ഷങ്ങളെ കണ്ടിരുന്നതും. അല്ലെങ്കിൽ അത് മുറിച്ച് അവനവന്റെ ആവശ്യങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ പ്രകൃതിയിലെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഗൃഹങ്ങൾക്ക് വേണ്ടിയിട്ടും ബാക്കി എല്ലാത്തിനും എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടും അത് മുറിച്ചിരുന്നത് അല്ലെങ്കിൽ അത് സ്വീകരിച്ചിരുന്നത്. വൃക്ഷങ്ങളിൽ ആണും പെണ്ണും എന്നുള്ള വിഭാഗങ്ങളുണ്ട്, സകലത്തിലുണ്ട്. മനുഷ്യനും ചില മൃഗങ്ങൾക്കും മാത്രമൊക്കെയാണ് ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൃക്ഷങ്ങൾക്കും ആണും പെണ്ണും ഉണ്ട്. അതിന്റെ വലിപ്പ വ്യത്യാസങ്ങളെ കണ്ടിട്ട് അതിന്റെ മൂടാണോ മധ്യഭാഗമാണോ എവിടെയാണ് വലിപ്പം കൂടുതൽ എന്നുള്ളതിനെ നോക്കിയിട്ട് അതിന് പുരുഷ വൃക്ഷമെന്നും സ്ത്രീ വൃക്ഷമെന്നും ഒക്കെ പറഞ്ഞിട്ട് ആചാര്യന്മാർ തിരിച്ച് വെച്ചിരുന്നു. അത് വൃക്ഷങ്ങൾക്ക് മാത്രമല്ല സകലത്തിനും അപ്രകാരം തന്നെയാണ്. സ്ത്രീ പുരുഷ ഭേദങ്ങളെ കണ്ടിരുന്നു, സൂക്ഷ്മമായിട്ട് തന്നെ അതിനെ കണ്ടിരുന്നു. അപ്പൊ ഇതില് വൃക്ഷത്തിന്റെ അടിഭാഗവും അഗ്രഭാഗവും വ്യത്യാസമില്ലാതെ ഉരുണ്ടിരുന്നാൽ അത് പുരുഷ വൃക്ഷമാണെന്ന് പറയും. ഒരേപോലെ ഇരിക്കും, താഴെയും മുകളിലും എല്ലാം ഒരേപോലെ ഉരുണ്ടിരിക്കുന്ന വൃക്ഷത്തെ പുരുഷ വൃക്ഷമെന്നും, അടിഭാഗം തടിച്ചിരിക്കുന്ന വൃക്ഷം അതിന് സ്ത്രീ വൃക്ഷമെന്നും, മധ്യത്തിൽ തടിച്ച് മൂലം അഗ്രം അതായത് താഴെയും മുകളിലും മൂടും കൊണ്ടയും വലിപ്പം കുറഞ്ഞ് അഗ്രത്തിൽ മധ്യത്തിൽ മാത്രം തടിച്ചിരുന്നാൽ അതിന് നപുംസക വൃക്ഷമെന്നും പറഞ്ഞിരിക്കുന്നു. അപ്പോ പുരുഷവൃക്ഷം എന്ന് പറയുന്നത് എപ്പോഴും ഒരേപോലെ ഇരിക്കും. സ്ത്രീ വൃക്ഷം എന്നുള്ളത് അടിഭാഗം അതിന്റെ മൂടുഭാഗം കൂടുതലായിരിക്കും, തടിച്ചിരിക്കും. നപുംസക വൃക്ഷങ്ങൾ എന്ന് പറയുന്നത്
മൂലവും അഗ്രവും, അതായത് അടിഭാഗവും മേൽഭാഗവും ഒരേപോലെ മധ്യഭാഗങ്ങളിൽ വർണ്ണം കൂടിയും വരുമെന്ന് പറഞ്ഞിരിക്കുന്നു ആശയം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ന് ഇപ്രകാരമൊക്കെ ചിന്തിക്കാനും ഉപയോഗിക്കാൻ നമുക്ക് സാധ്യമല്ല. കാരണം നമ്മളൊക്കെ റെഡിമെയ്ഡ് ആണ് ഉപയോഗിക്കുന്നത്. കട്ടളയായിരുന്നാലും വാതിലായിരുന്നാലും എന്ത് കാര്യങ്ങൾക്കായിരുന്നാലും നമ്മൾ റെഡിമെയ്ഡ് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ നോക്കാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് അപ്രകാരം നോക്കാതെ ചെയ്താൽ അതിന്റെ ദുരിതങ്ങൾ എന്തൊക്കെയാണെന്ന് ബ്രൈൽ സംഹിത പോലുള്ള ഗ്രന്ഥങ്ങളിൽ നമുക്ക് സൂചിപ്പിച്ചു തന്നിരിക്കുന്നു. കാരണം കാലത്തിന്റെ നിർബന്ധം മൂലം അല്ലെങ്കിൽ സാഹചര്യം അപ്രകാരം ആയതുകൊണ്ട് നമ്മളിതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടെ നമ്മളെ സ്തംഭങ്ങൾക്കൊക്കെ ഏത് വൃക്ഷം എടുക്കണം, ആണെടുക്കണോ പെണ്ണെടുക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്ന് അവര് നല്ല വിധത്തിലേക്ക് ആലോചിച്ച് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. അതുപോലെ ഈ മുറിച്ചിടുന്ന വൃക്ഷങ്ങളെ നീര് പറ്റുന്നതിനായിട്ട് 8, 5, 3 മാസങ്ങൾ തന്നെ മുറിച്ച് അവിടെ തന്നെ ഇടുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പിന്നീടാണ് അളവനുസരിച്ചിട്ട് അതിനെ നല്ല വിധത്തിൽ മുറിച്ച് അവരെടുത്ത് പണി ചെയ്യുന്നത്. നീരൊക്കെ നല്ല വിധത്തിൽ പറ്റിയതിനു ശേഷം തടി മാത്രമായിട്ട് വരുന്ന അവസ്ഥാവിശേഷം വരും. ആ കാലങ്ങളൊക്കെ നോക്കിയിട്ടാണ് അവരത് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ വൃക്ഷം മുറിക്കുന്നതിന് മുമ്പ് വൃക്ഷഛേദന നിയമങ്ങളുണ്ട്. ആ വൃക്ഷഛേദന നിയമം ഇവിടെ വൃക്ഷത്തെ പൂജിച്ച് വൃക്ഷപൂജാദികളൊക്കെ ചെയ്ത് ഇപ്പോ നല്ല വിധത്തിലുള്ള മുഹൂർത്തങ്ങൾ നോക്കി നല്ല ലക്ഷണങ്ങളൊക്കെ നോക്കിയിട്ട് ആ ഭൂമിയിൽ പോയിരുന്ന വൃക്ഷത്തോട് അപേക്ഷിക്കും. ഈ വൃക്ഷത്തിൽ ഇത്രയും കാലം വസിച്ചു വന്നിരിക്കുന്ന സകല ജീവചരാചരങ്ങളും ഉറുമ്പ് മുതൽ തുടങ്ങിയിട്ടുള്ള എന്തൊക്കെയാണോ ഒക്കെ നിങ്ങൾ വാസയോഗ്യമായ സ്ഥലം വേറെ കണ്ടുകൊള്ളണമെന്നും ഇത് മനുഷ്യന്റെ ആവശ്യത്തിനായി മുറിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ പ്രായശ്ചിത്ത കർമാദികളൊക്കെ ചെയ്ത് അതൊക്കെ ബലികൾ കൊടുക്കും. ബലികൾ എന്ന് പറയാൻ നമ്മൾ കാണുന്ന ബലിയല്ല, ആ പൂജ പ്രകാരം ചെയ്യുന്ന ബലി കർമാദികളൊക്കെ ചെയ്ത് ആ വൃക്ഷത്തോട് അതിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ജീവജാലങ്ങളോടും പാപപേക്ഷയൊക്കെ നടത്തി അങ്ങനെ വളരെ ബൃഹത്തായ വിധത്തിൽ വളരെ ഭവ്യതയോടുകൂടെയാണ് ആ വൃക്ഷത്തിന്റെ അനുവാദം വാങ്ങിയിട്ടാണ് മുറിച്ചിരുന്നത്. രാത്രി പാലൊക്കെ സേവിച്ചിട്ട് ആ വൃക്ഷത്തിന്റെ അടുത്ത് കിടക്കണമെന്നും മുറിക്കുന്ന കോടാലിയിൽ നെയ് തേച്ചിട്ടാണ് മുറിക്കേണ്ടതെന്നും അത് കിഴക്കോട്ടോ വടക്കോട്ടോ ആണ് മറിഞ്ഞു വീഴുന്നെങ്കിൽ അത് ഉത്തമമായിട്ടുള്ള വൃക്ഷമാണെന്നും അത് ശുഭകരമാണെന്നും ഇങ്ങനെ പല വിധത്തിൽ ഒന്നിന് മാത്രമല്ല സകല കാര്യങ്ങൾക്കും അവര് എല്ലാം സസൂക്ഷ്മം നിരീക്ഷിച്ച് അതിന് അനുയോജ്യമായ വിധത്തിൽ പ്രാർത്ഥനാദി കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവര് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ്. അതുകൊണ്ട് അതിന് അനുയോജ്യമായിട്ടുള്ള ഫലങ്ങളും അവർക്കുണ്ടായിരുന്നു. കാലാകാലങ്ങളാ ഓരോ കെട്ടിടങ്ങൾ ഈ സുനാമി വന്നിട്ട് പോലും തകരാത്ത കെട്ടിടങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കും. അതൊക്കെ അവരുടെ ആ പ്രാർത്ഥനയുടെയും ആ ഭവ്യതയുടെയും അല്ലെങ്കിൽ ആചാര്യന്മാർ കാണിച്ച വഴിയെ സഞ്ചരിച്ചതിന്റെയും ഫലമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അഗ്നികോണ് മുതൽ വായുകോണിലേക്ക് വരെയുള്ള പ്രദേശങ്ങളിലാണ് വൃക്ഷം കുറഞ്ഞു വീഴുന്നതെങ്കിൽ അത് ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും യോജിച്ചതല്ല എന്നവർ പറഞ്ഞിരിക്കുന്നു. അപ്പൊ അപ്രകാരം ഇപ്പൊ നമുക്ക് നോക്കാൻ സാധിക്കില്ല. ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ റെഡിമെയ്ഡ് ആണ് വാങ്ങുന്നത് കൊണ്ട്, അല്ലെങ്കിൽ തന്നെ നമ്മൾ മില്ലിൽ പോയി തടി വാങ്ങും, അതെങ്ങനെയുള്ളതാണെന്ന് നമുക്കറിയില്ല. എപ്രകാരം മുറിച്ചതാണ്, പ്രാർത്ഥനാദികൾ ചെയ്തതാണോ, എങ്ങനെയാണ് അത് ചെയ്തതെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മൾ വാങ്ങി ഉപയോഗിക്കുകയും ചെയ്യുന്നു. അവിടെ അപ്പൊ വൃക്ഷഛേദന നിയമം തന്നെ കുറേ നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും ഉണ്ട്. അപ്പോ കേവലം ഒരു വൃക്ഷമായിട്ടല്ല ആചാര്യന്മാർ ഇതിനെ കണ്ടിരുന്നത്. അതിന് അതിൻ്റെതായിട്ടുള്ള ഭവ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ബഹുമാനം കൊടുത്തിരുന്നു. അപ്പൊ ബഹുമാനം കൊടുത്ത് ആ വൃക്ഷത്തിന് പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്ത് പിശാചന്മാർ, രാക്ഷസന്മാർ, നാഗന്മാർ, അസുരന്മാർ, ഭൂതഗണങ്ങൾ തുടങ്ങിയ ദേവന്മാർക്കെല്ലാം വേണ്ട പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്ത് എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയതിനു ശേഷമാണ് ആ വൃക്ഷം അവരുടെ അനുവാദത്തോടുകൂടെ മുറിച്ച് മനുഷ്യന്റെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് അനുഭവിക്കാനും സാധിക്കും. ഇനി വൃക്ഷങ്ങൾ മുറിക്കുമ്പോൾ എവിടേക്കുള്ള വൃക്ഷങ്ങൾ മുറിക്കാൻ പാടില്ല എന്ന് പറയും. അത് വളരെ ഒരു നീണ്ട ലിസ്റ്റാണ്. പിതൃവന, മാർഗ, സുരാലയ, പത്നീക, ഉദ്യാന, താപസ, ആശ്രമജ, ചൈത്യ, സരിൽ സംഗമ, സംഭവാശ, ഘടതോയസിക്കാശ, കുജ, അനുജാതവല്ലി നിരീഠിത, വജ്രമാരുതു പഹത, സ്വപതിത ഹസ്തിനിപീഡിത, ശുഷ്ക അഗ്നി പൃഷ്ട മധുനിലയ, തരവോ വർജയിത്വ, ശുഭദാസ്യു സ്നിഗ്ധ പത്ര കുസുമഫല എന്ന് ബൃഹൽ സംഹിതയിൽ പറഞ്ഞിട്ടുണ്ട്. അത് പിതൃവന,
പിതൃവനം എന്ന് പറയുന്നത് ശ്മശാനം. അപ്പൊ നമ്മള് മനുഷ്യന് വേണ്ടി, മനുഷ്യ നിർമ്മാണത്തിന് വേണ്ടി, മനുഷ്യന്റെ ഏതൊരു കാര്യങ്ങൾക്കായിക്കോട്ടെ, ഇനിയിപ്പോ ടേബിൾ ചെയ്യാനോ ഷെയർ ചെയ്യാനോ എന്ത് വിഷയങ്ങൾക്കായിക്കോട്ടെ, അപ്പൊ നമ്മൾ എവിടെയൊക്കെയുള്ള വൃക്ഷങ്ങളാണ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള വിഷയത്തെ കുറിച്ച് പറയുന്നു. അത് അങ്ങനെയുള്ള വൃക്ഷങ്ങൾ ഉപയോഗിച്ചുള്ള ദുരിതങ്ങൾ എന്തൊക്കെയാണെന്നും ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഈ പറഞ്ഞ ഒരു വലിയ നീണ്ട ലിസ്റ്റാണ്. അപ്പോ ഇവിടെ പിതൃവനത്തിൽ നിൽക്കുന്ന വൃക്ഷങ്ങളെ തരികളെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. പിതൃവനം എന്ന് പറയുന്നത് ശ്മശാനമാണ്. അപ്പൊ ശ്മശാനത്തിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾ നമ്മൾ ഉപയോഗിക്കാനായിട്ട് എടുത്തുകൂടാ. മാർഗം എന്ന് പറയുന്ന വഴിയിൽ നിൽക്കുന്ന വൃക്ഷങ്ങളെ എടുക്കാൻ പാടില്ല. സുരാലയം, സുരന്മാരെന്ന് പറയുന്ന ദേവന്മാരാണ്. ദേവാലയത്തിൽ നിൽക്കുന്ന, ദേവാലയ പരിസരങ്ങളിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾ നമ്മൾ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എടുക്കാൻ പാടില്ല. വൽമീക, പിതൃവന, മാർഗം, സുരാലയ, വൽമീകം എന്ന് പറയുന്നത് പുറ്റാണ്. ചെതൽപ്പുറ്റ്, ഇതുപോലെ പുറ്റുകൾ പിടിച്ചു നിൽക്കുന്ന പ്രദേശങ്ങളിൽ നിൽക്കുന്നതോ അല്ലെങ്കിൽ പുറ്റ് ചേർന്ന് നിൽക്കുന്നതായിട്ടുള്ള വൃക്ഷങ്ങൾ നമ്മൾ എടുക്കാൻ പാടില്ല. വൽമീക. ഉദ്യാന, താപസ, ആശ്രമജ. ഉദ്യാനം എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, നമ്മൾ പൂങ്കാവനം എന്ന് പറയും. അതായത് കാവ്. ഇവിടെ ഉദ്യാനം എന്ന് പറയുന്ന കാവാണ്. നമ്മൾ പൂന്തോട്ടത്തെ ഉദ്യാനം എന്ന് പറയും പര്യാവരണം കൊണ്ട്. അപ്പൊ ഇവിടെ കാവിൽ നിൽക്കുന്ന വൃക്ഷങ്ങളെ നമ്മള് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്വീകരിക്കാൻ പാടില്ല. താപസ, ആശ്രമജം ആശ്രമജം എന്ന് പറയുന്നത് താപസന്മാർ താമസിക്കുന്ന ആശ്രമങ്ങളാണ്. ഋഷീശ്വരന്മാരോ അല്ലെങ്കിൽ അതുപോലെ വളരെ ഉയർന്ന ശ്രേഷ്ഠതയുള്ള ആൾക്കാർ താമസിക്കുന്നത്. ഈ ശ്രേഷ്ഠതയുള്ള ആൾക്കാർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറയുന്നതാണ്. അപ്പൊ ഇത് മുമ്പും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ശാസ്ത്രം പഠിക്കുമ്പോൾ ലൗകികമായിട്ടുള്ള നാം മനസ്സിലാക്കിയിട്ടുള്ള വിഷയങ്ങളെയും ലൗകികമായി നാം മനസ്സിലാക്കിയ വാക്കുകളുടെ അർത്ഥങ്ങളെയും ഒക്കെ നമ്മൾ പുറത്ത് വച്ചിട്ട് വേണം ഉള്ളിലേക്ക് കയറാൻ. എന്നാൽ മാത്രമേ നമുക്ക് ആചാര്യൻ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ള വിഷയത്തെ നമുക്ക് ഉൾക്കൊണ്ട് അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്ത് നിൽക്കുന്ന വൃക്ഷങ്ങൾ പാടില്ല. തപസികൾ അല്ലെങ്കിൽ ആശ്രമങ്ങളുടെ പരിസരങ്ങളിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾ പാടില്ല എന്ന് പറയുന്നു. എവിടെയൊക്കെയാണ് പാടില്ലാത്തത്? പിതൃവന, മാർഗ, സുരാലയ, വൽമീക, ഉദ്യാന, താപസ, ആശ്രമജ. പിതൃവനം, ശ്മശാനം, മാർഗം, വഴികളുടെ ഈ മൂന്ന് വഴികൾ, ഇതുപോലെ വഴിയുടെ പ്രദേശങ്ങളിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾ പാടില്ല. സുരാലയം, സുരന്മാർ എന്ന് പറയുന്നത് ദേവന്മാരാണ്, ദേവാലയം. അപ്പൊ ആലയങ്ങളുടെ പരിസരങ്ങളിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾ പാടില്ല. സുരാലയ. വൽമീക എന്ന് പറഞ്ഞാൽ പുറ്റ് നിൽക്കുന്ന വൃക്ഷങ്ങൾ, പുറ്റ് നിൽക്കുന്ന പ്രദേശത്ത് നിൽക്കുന്ന വൃക്ഷങ്ങൾ അല്ലെങ്കിൽ പുറ്റ് പിടിച്ചു നിൽക്കുന്ന വൃക്ഷങ്ങൾ ഇതൊന്നും എടുക്കാൻ പാടില്ല. ഉദ്യാനം എന്ന് പറഞ്ഞാൽ പൂന്തോട്ടമല്ല. ഇവിടെ ഉദ്യാനം എന്ന് പറയുന്ന കാവിനെയാണ് ഇവിടെ ആചാര്യൻ ഉദ്യാനം കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. ഉദ്യാനം. അപ്പൊ കാവ്, അതിന്റെ പരിസരങ്ങളിൽ നിൽക്കുന്ന വൃക്ഷങ്ങളെ ഉപയോഗിക്കാൻ പാടില്ല. താപസ, ആശ്രമജ. താപസന്മാർ, ഋഷീശ്വരന്മാർ അല്ലെങ്കിൽ ശ്രേഷ്ഠരായിട്ടുള്ള ആൾക്കാരെ താമസിക്കുന്ന പ്രദേശത്തുള്ള വൃക്ഷങ്ങളെ ഉപയോഗിക്കാൻ പാടില്ല പറയും. അതുപോലെ ചൈത്യ, സരിൽ സംഗമ, സംഭവാശ, ഘടതോയസിത്താർച്ചന. ചൈത്യ, പ്രധാന പൂജിത വൃക്ഷം. നമ്മള് പണ്ട് കാലങ്ങളിലൊക്കെ ഈ വൃക്ഷങ്ങളെ തുണിയൊക്കെ കെട്ടി അവിടെ ആരാധനാ സമ്പ്രദായങ്ങളൊക്കെ നടത്തിയിരിക്കാം. ചില വൃക്ഷങ്ങൾ അത് ചിലപ്പോ പ്ലാവാം, ഇതുപോലെ എന്തെങ്കിലും വൃക്ഷങ്ങളാണ്. അപ്പൊ അപ്രകാരം പൂജിച്ചു കൊണ്ടിരിക്കുന്ന വൃക്ഷങ്ങളെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ചൈത്യ, പ്രധാന പൂജിച്ചുകൊണ്ടിരിക്കുന്ന വൃക്ഷത്തെ നമ്മൾ എടുക്കാൻ പാടില്ല. സരിൽ സംഗമം എന്ന് പറയുന്നത് നദീതീരങ്ങളിൽ നിൽക്കുന്ന, നദിയുടെ പ്രദേശങ്ങൾ, നദികൾ ഒഴുകുന്നതിന്റെ പ്രദേശങ്ങളിൽ നിൽക്കുന്ന, അടുത്ത് നിൽക്കുന്ന നദീ സംഗമസ്ഥാനം, പല നദികളും വന്ന് സംഗമിക്കുന്ന സ്ഥലങ്ങളിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. സരിൽ സംഗമം. സംഭവാശ എന്ന് പറഞ്ഞാൽ ഈ പ്രദേശങ്ങളിലുള്ള, ഇപ്പൊ നേരത്തെ ഈ പറഞ്ഞ പിതൃവനത്തിലും മാർഗങ്ങൾ, വഴിയുടെ അടുത്ത് നിൽക്കുന്നതും, സുരാലയങ്ങൾ, ദേവാലയങ്ങളുടെ അടുത്ത് നിൽക്കുന്നതും, വൽമീകം, പുറ്റ് പിടിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ പുറ്റുള്ള പ്രദേശങ്ങളുടെ അടുത്ത് നിൽക്കുന്നതും, ഉദ്യാനം, കാവുള്ള പ്രദേശങ്ങളിൽ നിൽക്കുന്നതും, താപസന്മാർ, ഋഷീശ്വരന്മാർ അല്ലെങ്കിൽ താപസന്മാർ, ശ്രേഷ്ഠന്മാർ, ഇതുപോലുള്ള ആൾക്കാർ, അനുഗ്രഹീതരായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന പ്രദേശങ്ങളിലുള്ള വൃക്ഷങ്ങളെ നമ്മൾ എടുക്കാൻ പാടില്ല. പിന്നെ പറഞ്ഞ ചൈത്യ, സരിൽ സംഗമ. ചൈത്യ, പ്രധാന പൂജിത വൃക്ഷം. അതായത് ഒരു ദേശത്തിലോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലോ എന്തെങ്കിലുമൊക്കെ പൂജിച്ചു കൊണ്ടിരുന്ന വൃക്ഷങ്ങളെ എടുക്കാൻ പാടില്ല. സരിൽ സംഗമം, നദീ സംഗമ സ്ഥാനത്തുള്ള വൃക്ഷങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. സംഭവാശ, ഇപ്രകാരമുള്ള ഇതൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഇനി ഘടതോയ സിക്താശ. ഘടതോയ, നല്ല ശരീരം, നല്ല വലിപ്പമുള്ള, എന്താണ്, ജലം നിറഞ്ഞ് ഇഷ്ടംപോലെ ജലം കെട്ടി അത് വളർന്ന അല്ലെങ്കിൽ നനയ്ക്കപ്പെട്ട് വളർന്ന എന്ന് പറഞ്ഞാൽ അതിന്
എന്താണ് ജലാംശം കൂടുതലായിരിക്കും എന്നുള്ളത് കൊണ്ടായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം അതില് അങ്ങനെയുള്ള വൃക്ഷങ്ങളാണ് വന്നിട്ട് എടുക്കാൻ പാടില്ല എന്ന് പറയും. ഇനി പറയുന്നത് കുബ്ജ അനുജാത വല്ലി നിരീക്ഷ. കുബ്ജ കുബ്ജ എന്ന് പറഞ്ഞാൽ വളവുള്ള കൂനുള്ള വൃക്ഷങ്ങൾ പാടില്ല. നമ്മള് തമാശയ്ക്ക് പറയാം, ഏറ്റവും ആദ്യം മുറിക്കുന്ന വൃക്ഷം ഏതാണ്? നീണ്ടു നിൽക്കുന്ന വൃക്ഷമാണ്. വളവില്ലാത്ത വൃക്ഷത്തെയാണ് മുറിക്കുന്നത്. എന്ന് വെച്ചാൽ എപ്പോഴും നേർമാർഗത്തിൽ സഞ്ചരിക്കുന്നവരെയാണ് കല്ലെറിയാൻ ആൾക്കാർ ആഗ്രഹിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ പറയുന്നതാണ്. അപ്പം വളവില്ലാത്ത വൃക്ഷങ്ങളാണ് വേണ്ടത്, വളമുള്ളത് പറ്റില്ല. അങ്ങനെയുള്ള വൃക്ഷങ്ങളെ ഒഴിവാക്കണം എന്ന് പറഞ്ഞിരിക്കും. അനുജാതവല്ലി വേറൊരു മരത്തിന്റെ സഹായത്തോടു കൂടെ വളർന്നു. നമ്മള് ഈ വൃക്ഷങ്ങൾ വളർന്നു നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ വേറൊരു മരത്തിന്റെ കൂടെ 2 വൃക്ഷങ്ങളൊക്കെ നിൽക്കും ചേർന്ന്. ഈ എന്തെങ്കിലും കാരണവശാൽ മൃഗങ്ങളോ പക്ഷികളോ എന്തെങ്കിലും കഴിച്ചിട്ട് കൊണ്ട് വിറ്റിട്ട് അത് വേറൊരു മരത്തിന്റെ കൂടെ ചേർന്ന് നിന്ന് വളർന്നു നിൽക്കുന്ന വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വേറൊരു മരത്തിന്റെ സഹായത്തോടു കൂടെ വളർന്നു നിൽക്കുന്ന വൃക്ഷങ്ങള് അനുജാതവല്ലി നിപീഡിത, അങ്ങനെ ഉള്ള വള്ളികളെ വൃക്ഷങ്ങളെ എടുക്കാൻ പാടില്ല. നിപീഡിത വള്ളിക്കെട്ട്, വള്ളി മുല്ലവള്ളി ഇതുപോലെ വള്ളിക്കെട്ടുകളൊക്കെ ചുറ്റിപ്പണഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങള് എടുക്കാൻ പാടില്ല എന്ന് പറയും. പിന്നെ പറയുന്നത് വജ്രമാരുതോ. വജ്രമാരുതം ഇടിവെട്ട് മിന്നല് ഇതൊക്കെ ഏറ്റ് പട്ടുപോയിട്ടുള്ള വൃക്ഷം. ഇടി കൊണ്ടോ ഇടിവെട്ട്, അതായത് മഴ പെയ്യുമ്പോൾ ഇടിവെട്ട് കൊണ്ടോ മിന്നല് കൊണ്ടോ മിന്നലിന്റെ ആഘാതം കൊണ്ടോ നശിച്ചുപോയ വൃക്ഷങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എടുക്കാൻ പാടില്ല എന്ന് പറയും. വജ്രമാരുത ഉപഹത കൊടുങ്കാറ്റ്, നല്ല കൊടുങ്കാറ്റ് അടിച്ച് മറിഞ്ഞു വീണ വൃക്ഷം, അതിനെ നമ്മൾ എടുക്കാൻ പാടില്ല എന്ന് പറയും. അപ്പോ വളവുള്ള വൃക്ഷങ്ങൾ പാടില്ല. കുബ്ജ അനുജാതവല്ലി. കുബ്ജ വളവുള്ള വൃക്ഷങ്ങൾ പാടില്ല, അല്ലെങ്കിൽ കൂനുള്ള വൃക്ഷങ്ങൾ പാടില്ല. അനുജാതവല്ലി വേറൊരു വൃക്ഷത്തിന്റെ സഹായത്തോടു കൂടെ നിന്ന് വളരുന്ന വൃക്ഷം മുറിക്കാൻ പാടില്ല. നിപീഡിത വള്ളിക്കെട്ട് കൊണ്ട് വള്ളികളെല്ലാം ചുറ്റിപ്പണഞ്ഞ് പറക്കി കിടക്കുന്ന വൃക്ഷങ്ങള് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മുറിക്കാൻ പാടില്ല. വജ്രമാരുതോ അപഹത എന്ന് പറയും. ഇടിവെട്ട് ഏറ്റവ, അങ്ങനെ ഇടിവെട്ട് കൊണ്ട് പട്ടുപോയത്. കൊടുങ്കാറ്റ് കൊണ്ട് മിന്നൽ കൊണ്ട് പട്ടുപോയത്, മിന്നൽ പതിച്ചിട്ട് പട്ടുപോയത്, കൊടുങ്കാറ്റ് കൊണ്ട് മറിഞ്ഞു വീണത്. അപ്പോ ഇങ്ങനെയുള്ള വൃക്ഷങ്ങളെയൊന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക്, അതായത് മനുജാലയങ്ങളുമായിട്ടോ അല്ലെങ്കിൽ ദേവാലയങ്ങളുമായിട്ടോ വരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയും. പിന്നെ പറയുന്നത് സ്വപതിത അസ്ഥിനിപീഡിത ശുഷ്ക അഗ്നി ദുഷ്ട മധുനിലയ എന്ന് പറയും. സ്വപതിത എന്ന് പറയുന്നത് താനെ മറിഞ്ഞു വീഴുന്ന വൃക്ഷങ്ങളാണ്. തന്നെത്താനെ മറിഞ്ഞു വീഴും. അതിന്റെ വേര് ബലമില്ലാതെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉള്ളിൽ പോടുകൊണ്ടോ ചെതില് പിടിച്ചു പോയതോ അങ്ങനെ താനെ മറിഞ്ഞു വീഴുന്ന സ്വപതിത, തന്നെത്താനെ മറിഞ്ഞു വീഴുന്ന, പതിതനായ മറിഞ്ഞു വീഴുന്ന വൃക്ഷങ്ങൾ പാടില്ല എന്ന് പറയും. ഹസ്തിനി പീഡിത. ഹസ്തിനി എന്ന് പറയുന്നത് നമ്മളെ ഹസ്തിനി സത്യയോനി ഗജമാണ്, ആന. ഹസ്തിനി പീഡിത ആന തള്ളി വീഴ്ത്തിയ വൃക്ഷങ്ങൾ, ആന തള്ളിയിട്ട വൃക്ഷങ്ങളൊന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പാടില്ല എന്ന് പറയും. ശുഷ്ക എന്ന് പറഞ്ഞാൽ നിന്ന് ഉണങ്ങിയവ, വെട്ടിമുറിച്ചല്ല, നിന്ന് ഉണങ്ങി നിൽക്കുന്ന വൃക്ഷം. നമ്മളിപ്പോ റോഡ് സൈഡിലൊക്കെ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴോ കാണാൻ പറ്റും. ചില വൃക്ഷങ്ങളൊക്കെ ഉണങ്ങി നിൽക്കും മൊത്തത്തിൽ. അത് കാലം കഴിഞ്ഞിട്ട് നിൽക്കുന്നതാണ്. കെട്ടിപ്പിടിച്ചാൽ അടങ്ങാത്ത വൃക്ഷങ്ങളൊക്കെ ചില നമുക്ക് ഉണങ്ങി നിൽക്കുന്നതാണ്. അപ്രകാരം താനെ ഉണങ്ങി നിൽക്കുന്ന വൃക്ഷങ്ങള് നമ്മൾ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എടുക്കാൻ പാടില്ല എന്ന് പറയും. ശുഷ്ക അഗ്നി, തീ പിടിച്ചത്. അപ്പൊ താനെ ഉണങ്ങിയത് പറ്റില്ല. അഗ്നി പീഡിത, അഗ്നി തീ പിടിച്ചത്, അഗ്നി കൊണ്ട് തീ പിടിച്ച വൃക്ഷങ്ങളൊന്നും നമ്മൾ എടുക്കാൻ പാടില്ല. ക്ലുഷ്ട മധുനിലയ തേൻകൂട് കെട്ടിയവ, തേനീച്ച കൂട് കെട്ടി തേനൊക്കെ വെച്ചിരിക്കുന്ന വൃക്ഷങ്ങൾ എടുക്കാൻ പാടില്ല പറയും. അപ്പോ അവസാനം പറഞ്ഞ സ്വപതിത അസ്ഥിനി പീഡിത ശുഷ്ക അഗ്നി ക്ലുഷ്ട മധുനിലയ. സ്വപതിത തന്നെത്താനെ മറിഞ്ഞു വീണത് പറ്റില്ല. അസ്ഥിനി പീഡിത ആന മറിച്ചിട്ട വൃക്ഷങ്ങൾ പറ്റില്ല. ശുഷ്ക താനെ ഉണങ്ങിയ വൃക്ഷങ്ങൾ പറ്റില്ല. അഗ്നി കത്തിയ വൃക്ഷങ്ങൾ പറ്റില്ല. ക്ലുഷ്ട മധുനിലയ തേനീച്ച കൂട് കെട്ടി പാർക്കുന്ന വൃക്ഷങ്ങൾ പാടില്ല എന്ന് പറയും. ഇനി തരവോ വർജയിതവ്യ, തരവോ വൃക്ഷങ്ങൾ വർജിക്കണം എന്ന് പറഞ്ഞ ഈ പറഞ്ഞിരിക്കുന്ന വൃക്ഷങ്ങൾ ഇത്രയും നമ്മൾ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വർജിക്കണം. ഇത് ശുഭകരമല്ല എന്ന് പറയുന്നു. പിന്നെ പറയുന്നത് സ്നിഗ്ധ പത്ര കുസുമ ഫല. സ്നിഗ്ധം നന്നായിട്ട് നനവുള്ള, നല്ല ഇലകളും പൂവുകളും ഫലങ്ങളും ഉള്ളവ, ഇവയെ ശുഭങ്ങളാകുന്നു എന്ന് പറയുന്നു. ശുഭതോ അസ്യു, ഇത്രയും തരവും വർജയിത്വ, ഇത്രയും നേരത്തെ ഈ പറഞ്ഞ ഇത്രയും വർജിക്കണമെന്നും ശുഭദാസ്യു ശുഭമായിരിക്കുന്നത്
സ്നിഗ്ധ പത്ര കുസുമഫല. സ്നിഗ്ധമായിട്ടുള്ളത്, അതായത് നല്ല ഇലകളും പൂവും കായും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത്, അത് അഭിമത വൃക്ഷം എന്ന് പറയും. അപ്പൊ ഇതെല്ലാം നമ്മൾ എന്താണ് എടുക്കാം എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞു വന്നിരിക്കുന്നത് എന്താണ്, ശ്മശാനത്തിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾ പാടില്ല, വഴിയുടെ സമീപത്ത് നിൽക്കുന്ന വൃക്ഷങ്ങൾ പാടില്ല, ദേവാലയങ്ങളുടെ സമീപത്ത് നിൽക്കുന്ന വൃക്ഷങ്ങൾ പാടില്ല, അല്ലെങ്കിൽ ദേവാലയത്തിന് കൊടുക്കാമെന്ന് നേർച്ച നേർന്നു വിട്ടിരിക്കുന്ന വൃക്ഷങ്ങൾ പറ്റില്ല, മൽബീകം പുറ്റ് നിൽക്കുന്നതോ പുറ്റുള്ള പ്രദേശങ്ങളിൽ നിൽക്കുന്നതായിട്ടുള്ള വൃക്ഷങ്ങൾ പറ്റില്ല, ഉദ്യാനം കാവിന്റെ പ്രദേശങ്ങളിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾ, കാവിലോ കാവിന്റെ പ്രദേശങ്ങളിലോ നിൽക്കുന്ന വൃക്ഷങ്ങൾ പറ്റില്ല, താപസ ആശ്രമജ മുനിമാർ അല്ലെങ്കിൽ ആശ്രമം ഇതിന്റെ പരിസരത്ത് നിൽക്കുന്ന വൃക്ഷങ്ങൾ പറ്റില്ല. പിന്നെ ചൈത്യ സരിൽ സംഗമ, ചൈത്യ പ്രധാന പൂജ വൃക്ഷം പൂജിച്ചു കൊണ്ടിരിക്കുന്ന വൃക്ഷങ്ങൾ പറ്റില്ല. സരിൽ സംഗമ നദീ സംഗമ സ്ഥാനത്ത് നിൽക്കുന്ന വൃക്ഷങ്ങൾ പറ്റില്ല. പിന്നെ ഘടതോയം, അതായത് വെള്ളം ഇഷ്ടംപോലെ നിറഞ്ഞു നിൽക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് വളരുന്ന വൃക്ഷങ്ങൾ പറ്റില്ല. കുബ്ജ അനുജാതവല്ലി, കുബ്ജ പൂനുള്ള അല്ലെങ്കിൽ വളവുള്ള വൃക്ഷങ്ങൾ പറ്റില്ല. നിപീഠിത അനുജാതവല്ലി നിപീഠിത, വള്ളികൾ കൊണ്ട് കെട്ടുപിണഞ്ഞു കിടക്കുന്ന വൃക്ഷങ്ങൾ പറ്റില്ല. വജ്രമാരുതോ ഉപഹത, ഇടിവെറ്റേറ്റതും മിന്നൽ കൊണ്ട് നശിച്ചു പോയിട്ടുള്ള വൃക്ഷങ്ങൾ പറ്റില്ല. ഉപഹത കൊടുങ്കാറ്റടിച്ച് മറിഞ്ഞ വൃക്ഷങ്ങൾ പറ്റില്ല. സ്വപാതീത തന്നെത്താനെ മറിഞ്ഞു വീണ വൃക്ഷം പറ്റില്ല. ഹസ്തിനി നിപീഠിത, അതായത് ആന മറിച്ചിട്ട വൃക്ഷങ്ങൾ പറ്റില്ല. ശുഷ്ക ഉണങ്ങിയ വൃക്ഷം പറ്റില്ല. അഗ്നി അഗ്നി കൊണ്ട് തീ പിടിച്ച വൃക്ഷങ്ങൾ പറ്റില്ല. ശുഷ്ടമധുനിലയ തരവോ വർജയിക്കുക, ശുഷ്ടമധുനിലയ തേനീച്ച കൂടുകെട്ടിപ്പാർക്കുന്ന വൃക്ഷങ്ങൾ പറ്റില്ല. തരവോ വൃക്ഷങ്ങൾ വർജയിക്കുക, വർജയിതവ്യ, ഇതിന് ഇത്രയും പറഞ്ഞ വൃക്ഷങ്ങളെ വർജിക്കണമെന്നും. ശുഭദോസ്യു സ്നിഗ്ധ പത്ര കുസുമ ഫല, ശുഭങ്ങളായിരിക്കുന്നത് ഫലപുഷ്പാദികൾ നിറഞ്ഞ് നിൽക്കുന്ന വൃക്ഷങ്ങളെല്ലാം ശുഭമാണ് എന്നും ആചാര്യൻ പറഞ്ഞിരിക്കുന്നു. അപ്പോ ഇത് വൃക്ഷങ്ങളെ ദാരുവിനിയോഗ വിധിയില് ചെറുതായിട്ടുള്ള ഒരു സൂചന മാത്രമാണ്. അപ്പോൾ ദാരുവിനിയോഗം എന്നുള്ള വിഷയത്തെ കുറിച്ച് നമ്മൾ വളരെയധികം സവിസ്തരം ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ മാത്രമേ നമുക്ക് ദാരുവിനിയോഗ വിധിയെ കുറിച്ച് നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ചന്ദ്രേഖലാചാര്യൻ പറഞ്ഞിരിക്കുന്നത് ഏകജാതി തരിഭി പ്രകൽപ്പിതം ദ്വാരപാദ ഫലകാധികം ശുഭം അന്യഥാ യദി വധു കുശീലത സംഭവേതി വദന്തി കേശന. ഏകജാതി തരിഭി പ്രകൽപ്പിതം, ഏകജാതി മരം കൊണ്ടാണ് പ്രകൽപ്പിക്കേണ്ടത്, പ്രകൽപ്പിതമായി ഉണ്ടാക്കപ്പെടേണ്ടത്. ഏകജാതി തരിഭി, ഏകജാതി എന്ന് ഒരേ മരം കൊണ്ടാണ്, കട്ടള കടവ് മുതലായവയെല്ലാം ഒരേ ജാതി മരം കൊണ്ടാണ് ചെയ്യേണ്ടത്. എന്നാൽ വ്യത്യസ്ത ജാതി മരങ്ങളെ കൊണ്ട് ചെയ്യേണ്ട നിയമങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്കിപ്പോ ഏകജാതി എന്നുള്ളത് കൊണ്ട് അതിനെ കുറിച്ച് മാത്രം നമുക്ക് നോക്കാം. ഏകജാതി തരിഭി, ഏകജാതിയുള്ള ഒരേ മരം കൊണ്ടാണ്, തരിഭി മരം കൊണ്ടാണ് പ്രകൽപ്പിക്കേണ്ടത് അല്ലെങ്കിൽ നിർമ്മിക്കേണ്ടത്. ദ്വാരപാദ ഫലകാധികം ശുഭം, അപ്രകാരം കതക് കട്ടള മുതലായവയൊക്കെ നിർമ്മിച്ചാൽ അത് ശുഭകരമാണ് എന്ന് പറയും. അന്യഥാ ഇനി വധു കുശീലത, അപ്രകാരമല്ല വ്യത്യസ്തമായിട്ടുള്ള, അതായത് വിധിക്ക് വിപരീതമായിട്ടുള്ള വൃക്ഷങ്ങളെ കൊണ്ടാണ് കതകും കട്ടളയൊക്കെ നിർമ്മിക്കുന്നതെങ്കിൽ സംഭവേരി വദന്തിക്ക് വധു കുശീലത, അവിടെ താമസിക്കുന്ന സ്ത്രീകൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്ന് പറയുന്നു. ഇതിനെ അനുകൂലിച്ചുകൊണ്ട് ശില്പരത്നം തുടങ്ങിയ ഗ്രന്ഥങ്ങളിലും പറയുന്നു. കവാടം ചെയ്ത യോഗം അതി ഏകജാതി മഹീരുഹൈ. അപ്പോ ഏകജാതിയായിട്ടുള്ള ഒരേ ജാതിയിലുള്ള വൃക്ഷങ്ങളെ കൊണ്ട് നമ്മള് ഗൃഹനിർമ്മാണാദികൾ ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് പറയുന്നു. ഇനി വേറെയും പറയുന്നത്, ഇതിന്റെ കാര്യം എന്തുകൊണ്ടാണ് ഒരേ ജാതി മരം കൊണ്ട് ചെയ്യാൻ പറയുന്നത് എന്ന് വെച്ചാൽ, ഒരേ ജാതി മരമാകുമ്പോൾ അതിന്റെ സ്വഭാവം ഒരേപോലെ ഇരിക്കും. അത് ഒരേ കാലാവസ്ഥയിൽ വളർന്നതായതുകൊണ്ട് അപ്രകാരം ഇരിക്കും നമുക്ക് ചിന്തിക്കാം. എങ്കിലും യോഗ കവാടവും വിഹിതൈകദാരു സമുദ്ഭവവും സർവസമൃദ്ധിതവും ച എന്ന് പറഞ്ഞു. അപ്പൊ ഏകജാതി മരം കൊണ്ടാണ് കതക് കട്ടള മുതലായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിൽ അത് സർവസമൃദ്ധി പ്രദാനം ചെയ്യുമെന്ന് ഇതര ഗ്രന്ഥങ്ങളിൽ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ഒരേ കാലാവസ്ഥയിലാണെങ്കിൽ അതിന്റെ ഒരു ഗുണം ഉണ്ടായിരിക്കും എന്നുള്ളതിനുപരി ഇവിടെ യോഗ കവാടവും വിഹിതൈകദാരു സമുദ്ഭവവും സർവസമൃദ്ധിതവും ച, ഒരേ ജാതി മരം കൊണ്ടാണ് നിർമ്മിക്കുന്നതെങ്കിൽ അത് സർവ്വവിധത്തിലുള്ള സമൃദ്ധിയെ പ്രദാനം ചെയ്യുമെന്നും അല്ലെങ്കിൽ അത് ദോഷങ്ങളെ പ്രദാനം ചെയ്യുമെന്നും ആചാര്യൻ ഇവിടെ ഇതര ഗ്രന്ഥങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഉപയോഗിക്കാൻ പാടില്ലാത്ത വേറെയും വൃക്ഷങ്ങളെ പറഞ്ഞിരിക്കുന്നു. ഖഗനിലയ ഭഗ്ന ശുഷ്കദഗ്ധ എന്ന് പറഞ്ഞു. അത് പക്ഷികൾ കൂട് കെട്ടിയിരിക്കുന്നതൊന്നും പറ്റില്ല എന്ന് പറയുന്നു. പക്ഷികൾ കൂട് കെട്ടിയിരിക്കുന്ന വൃക്ഷങ്ങൾ പറ്റില്ല. വേപ്പ്, അരണി,
താണ്ടി, ഞമ തുടങ്ങിയ വൃക്ഷങ്ങളെ പറ്റില്ല. ഇങ്ങനെ വൃക്ഷങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തതായിട്ടുള്ള വൃക്ഷങ്ങളെ കുറിച്ചും ഒരുപാട് ആചാര്യർ നമുക്ക് സൂചിപ്പിച്ച് തന്നിരിക്കുന്നു. അപ്പോൾ ഇത് ദാരു വിനിയോഗ വിധിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചെറിയ ഒരു വിശദീകരണം മാത്രമാണ്. ബാക്കിയൊക്കെ നമ്മൾ ബൃഹത്സംഹിത പോലെയുള്ള ഇതര ഗ്രന്ഥങ്ങളെ ആശ്രയിച്ച് മനസ്സിലാക്കിക്കൊള്ളേണ്ടതാണ്. നമസ്കാരം. നിർമ്മാണക്രിയക്ക് അന്ന് കൂടുതൽ തടി തന്നെ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. പഴയ കാലത്ത് നിർമ്മാണക്രിയക്ക് തടി തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇന്ന് കോൺക്രീറ്റിന്റെ കാലഘട്ടം അല്ലല്ലോ, അന്ന് കോൺക്രീറ്റിന് മുമ്പുള്ള കാലഘട്ടത്തിലാണല്ലോ നമ്മുടെ ശാസ്ത്രം നിലനിന്നത്. അതുകൊണ്ട് 400-600ഓളം വർഷം പഴക്കമില്ലേ നമ്മുടെ ശാസ്ത്രത്തിന്റെ. ഈ ഗ്രന്ഥരചനയ്ക്ക് തന്നെ 400-600ഓളം വർഷം പഴക്കമുണ്ട്. അപ്പൊ അതിനു മുമ്പ് ഉണ്ടായിരുന്ന ഗ്രന്ഥങ്ങളെ അവലംബിച്ചാണ് ഇപ്പോഴത്തെ നമ്മുടെ മാസ്റ്റർ ഗ്രന്ഥമായ മനുഷ്യാലയ ചന്ദ്രയെ രൂപപ്പെടുത്തിയത്. അപ്പൊ ഇവിടെ ഈ സവിസ്തരൊക്കെ പറഞ്ഞല്ലോ, സന്തോഷം വളരെ സവിസ്തരം പറഞ്ഞില്ലേ, അത് എവിടേക്ക് നിൽക്കുന്ന മരങ്ങൾ ഉപയോഗിക്കരുതാത്ത എന്നൊക്കെ. ഇന്നിപ്പം വളരെ വൈഷമ്യമുള്ള കാലഘട്ടമാണ്. ഇതുപോലെയൊക്കെ തെരഞ്ഞു പിടിച്ചൊക്കെ എടുക്കാൻ പാടില്ല. അതിനുള്ള ഉദാഹരണവും അദ്ദേഹം പറഞ്ഞു. എന്താ, ഇപ്പൊ നമ്മള് പലപ്പോഴും തടി മില്ലുകളിലോ അല്ലെങ്കിൽ എവിടെയോ എങ്കിലും പോയി എടുത്തിട്ട് ആശാരിയെ വിളിച്ച് പണിയിപ്പിച്ചിരിക്കുന്ന ആ കാലഘട്ടമൊക്കെ മാറിയിട്ട് റെഡിമെയ്ഡായിട്ട് കട്ടള ജനലുകളൊക്കെ ഇരിക്കുകയാണ്. അവിടെ പോയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് കാലാനുസൃതമായ മാറ്റം ഈ സമ്പ്രദായത്തിലും ഉണ്ടായി, തടി സ്വീകരിക്കുന്ന സമ്പ്രദായത്തിലും ഉണ്ടായി. ആചാര്യന്റെ പ്രമാണ ഗ്രന്ഥങ്ങളിലും പ്രമാണത്തിലും പ്രകാരം പറഞ്ഞാൽ ഒരുപാട് നിയമങ്ങളൊക്കെ നമ്മൾ തടിയുടെ കാര്യത്തിൽ അവലംബിക്കേണ്ടിയിരിക്കുന്നു. ഇതിപ്പോ എവിടെ നിന്ന മരമാണ് നമുക്ക് വെട്ടിയിട്ട് നമുക്ക് കട്ടള ജനൽ തന്നിരിക്കുന്നതെന്ന് പോലും അറിയാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോ കടന്നു പോയിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോൾ ഈ ഏകജാതി ഒരേ ജാതിയിലുള്ള മരം ഉപയോഗിക്കാനായിട്ട് ആചാര്യൻ അന്ന് പറയാനുള്ള സാഹചര്യം ഡെൻസിറ്റി തന്നെയാണ്. ഒരേ മരത്തിന്റെ ഒരേ ഡെൻസിറ്റി ആയിരിക്കും, ഒരേ കടുപ്പമായിരിക്കും. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ കടുപ്പം ഒരേപോലെ ആയിരിക്കും. അല്ലെങ്കിൽ സാന്ദ്രത, ഒരേ സാന്ദ്രതയിലുള്ള മരങ്ങളാകുമ്പോൾ ഒരേ ആയുസ് കിട്ടും. ഈ തടി ഉപയോഗിക്കുമ്പോൾ ഒരേ ആയുസ് കിട്ടും. അന്ന് ഏതാണ്ട് ശരിക്കും അന്ന് നിർലോഭം തടിയുള്ള കാലഘട്ടത്തിലാണ് ഈ ശാസ്ത്രം രചിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ എപ്പോഴും സൂചിപ്പിക്കുമ്പോൾ ഈ കാലഘട്ടം കൂടെ നമ്മൾ പരിഗണിച്ചു വേണം. ഇപ്പൊ കാലാനുസൃതമായ ഒരുപാട് മാറ്റമുണ്ട്. ഇന്ന് തടി കിട്ടാനില്ല. ഇപ്പൊ മലേഷ്യയിൽ നിന്ന് അല്ലെങ്കിൽ ബ്രസീൽ ഈട്ടി എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ മലേഷ്യയിൽ നിന്നൊക്കെയാണ് പുറത്തുനിന്ന് തടി വരുന്നത്. ഇതൊക്കെ ഈ എങ്ങനെയുള്ള തടിയാണെന്ന് പോലും നമുക്കറിയില്ല. എന്നിരുന്നാലും മലേഷ്യയിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തുനിന്നോ വന്നിട്ടുള്ള തടികൾ വെച്ച് നമ്മൾ കട്ടില ജനലുകൾ, മറ്റ് ഡോർസ്, വിൻഡോസ് അല്ലെങ്കിൽ ഷട്ടറിങ്, മറ്റ് സംഗതികളൊക്കെ പണിഞ്ഞിട്ട് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അത് അത്ര സുഖകരമായിട്ട് കാണുന്നില്ല. കാരണം നമ്മളിത് ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അറിയാവുന്നതാണ്. പലപ്പോഴും പുറത്തുനിന്ന് വരുന്ന മരങ്ങൾ നമ്മുടെ കാലാവസ്ഥയുമായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരേ കാലാവസ്ഥയിൽ ഒരേ സാന്ദ്രതയുള്ള, ഒരേ കടുപ്പമുള്ള, ഒരേ ഡെൻസിറ്റിയുള്ള തടി തന്നെ ഏകജാതി മരങ്ങൾ ഉപയോഗിച്ചാൽ ഒരേപോലെ ആയിരിക്കും ആ തടി ഒരു പക്ഷേ ഇത് ചീത്തയാകുമ്പോൾ ഒരേപോലെ ആയിരിക്കും. പല ജാതി മരങ്ങൾ സ്വീകരിച്ചാലും ഒരേ ജാതിയുടെ കൂടെ മറ്റൊരു മരം സ്വീകരിച്ചാൽ രണ്ട് മരത്തിന് രണ്ട് ഡെൻസിറ്റിയും സാന്ദ്രത ആകുന്നതുകൊണ്ട് ഒരെണ്ണം ആദ്യം പോകുമ്പോൾ മറ്റേത് ദ്രവിക്കാതെ ഇരിക്കും. അപ്പോഴത്തേക്ക് നമുക്ക് ഒരെണ്ണം മാത്രമായിട്ട് മാറുന്നതിന്റെ ബുദ്ധിമുട്ടുകളും സംഗതികളൊക്കെ ഉണ്ടാവാം. അതും നമ്മൾ പരിഗണിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയൊക്കെ കൂടെ ആചാര്യം കണ്ടു കാണും. ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന പലതിലും നമ്മൾ ശാസ്ത്രീയമായിട്ട് നോക്കിയാൽ എല്ലാത്തിനും ശാസ്ത്രീയ വശങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ ഒറ്റമരം സ്വീകരിക്കുമ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ അതിന്റെ സാന്ദ്രത അല്ലെങ്കിൽ കടുപ്പം തന്നെയാണ്. ഒരു മരത്തിൽ നിന്ന് തന്നെ സ്വീകരിച്ചാൽ അത് തന്നെ മുന്നോട്ട് പോകേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അന്ന് കോൺക്രീറ്റിന്റെ കാലഘട്ടം അല്ലാതിരുന്നത് കൊണ്ട് അന്ന് സാമാന്യമായിട്ട് നമ്മൾ തടിയിൽ ആരൂഢം ചെയ്തിട്ട് തടി കൊണ്ട് തന്നെ മച്ചുണ്ടാക്കുന്നു. തടിയുടെ തന്നെ ആയിരുന്നു ഭിത്തികൾ പോലും. കുറെ കാലത്ത് ചില വീടുകളിൽ അല്ലെങ്കിൽ അറപ്പുരയൊക്കെ ഇല്ലേ, അത് പത്തായപ്പുര, അങ്ങനെയുള്ള ചില സംഗതികളൊക്കെ തടിയിൽ തന്നെ ആയിരുന്നു ചെയ്തിരുന്നത്. ഈ തടി അത്രയും നാളെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ തടിക്ക് കുറച്ച് വിശേഷതയും വിശേഷ ഗുണങ്ങളും അല്ലെങ്കിൽ അത്രയും പഴക്കവും ഈ പറഞ്ഞതുപോലെ കടുപ്പവും കാഠിന്യവും ഒക്കെ ഉള്ള തടി ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരം പഴക്കം ഉണ്ടാകണം. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തടി വെട്ടുന്നതിനൊക്കെ ഒരുപാട് ക്രിയകളൊക്കെ ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നിന്നതുകൊണ്ട് നമുക്കറിയാം
തടി വെട്ടുന്നതിന് വളരെ സങ്കീർണമായ ക്രിയകളിലൂടെയാണ്, ഒരു താന്ത്രിക സംവിധാനവും കൂടെ അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് തടി വെട്ടുന്നതിന്. തടിയോട് അനുവാദം ചോദിക്കുന്നതിന് മുമ്പായിട്ട് തടി ഉപയോഗിച്ചിരിക്കുന്ന മറ്റ് ജീവജാലങ്ങൾ, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന അല്ലാത്ത കുറെ ജീവജാലങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞതിനകത്തുനിന്ന് തന്നെ ഒന്ന് മാറ്റി ഞാനൊരു കാര്യം പറയാം. നമ്മൾ കിണർ മൂടരുത് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് കിണർ മൂടരുത് എന്ന് പറയുന്നത്? നമ്മുടെ ഗുരു ആചാര്യം പറഞ്ഞിരിക്കുന്നത് പ്രകാരമാണെന്നുണ്ടെങ്കിൽ, കിണർ നമ്മൾ കാണുന്നവർ മാത്രമല്ല ഉപയോഗിക്കുന്നത്. നമ്മൾ ദൃഷ്ടിഗോചരമല്ലാത്ത, നമ്മുടെ കണ്ണിന് കാണാൻ പറ്റാത്തതായ അനേകം ജീവജാലങ്ങളും കോടാനുകോടി ജീവജാലങ്ങൾ ഈ ഭൂമിയിലുണ്ടല്ലോ. അവരൊക്കെ തന്നെ ഈ ജീവജലം ഉപയോഗിക്കുന്നവരുണ്ടെന്ന് പറയുന്നു. അതിൽ കൂട്ടത്തിലാണ് യക്ഷിയും ഗന്ധർവന്മാരും കിന്നരന്മാരും ഒക്കെ വരും. ഇവരുടെയൊക്കെ ശാപം കിട്ടും പെട്ടെന്നൊരു ദിവസം അങ്ങ് മൂടിയാൽ ഈ വെള്ളം. അതുകൊണ്ടാണ് കിണർ മൂടുന്നതിന് ഒരുപാട് നിയമങ്ങളൊക്കെ പറയുന്നത്. ഇവകളൊക്കെ പലയിടത്തും പല രീതിയിൽ പറയുന്നു, പല രീതിയിൽ ചെയ്തു വരുന്നിട്ടുണ്ടെങ്കിലും പലപ്പോഴും അസ്ഥാനത്താണെങ്കിൽ തന്നെ കിണർ മൂടാൻ പറയുന്നതിൽ ഇപ്പോഴും ഭയമാണ് സത്യത്തിൽ. കാരണം അത്രയുള്ള അതിദാരുണമായ സംഭവങ്ങളൊക്കെ കിണർ മൂടിയതിലൂടെ പലർക്കും കിട്ടിയിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ, അത് ഞാൻ ഇതിന്റെ ഭാഗമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഒരു തടി വെട്ടുന്നതിന് അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ കണ്ടുവരുന്നത് ക്ഷേത്രത്തിന്റെ നിർമ്മാണവും കൊടിമരവുമായിട്ടോ അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ നിർമ്മാണവുമായിട്ട് ക്ഷേത്രത്തിന്റെ ആവശ്യങ്ങൾക്കായിട്ട് വെട്ടുന്ന തടികളൊക്കെ ഇപ്പോഴും പഴയ ആചാരക്രമങ്ങളൊക്കെ പാലിച്ചു അതിനോട് അനുവാദം ചോദിച്ചും ഇത്ര ദിവസത്തോളം അത് വെട്ടാൻ അനുവാദം ചോദിച്ചിട്ട് അവിടുന്ന് മാറിപ്പോകാൻ അവിടെ മറ്റു ജീവജാലങ്ങളും പക്ഷിമൃഗാദികളും യക്ഷിഗന്ധർവ കിന്നരന്മാരും മറ്റ് ഇതൊന്നും അല്ലാതെ പേരെടുത്ത് പറയാൻ അറിയാത്തതോ പേരെടുത്ത് പറയാൻ വിട്ടുപോയിട്ടുള്ളവരുമായ സൂക്ഷ്മജീവികളൊക്കെ അവിടുന്ന് മാറി താമസിക്കുന്നതിന് വേണ്ടി ഒരു പീരീഡ് കൊടുത്തിട്ടൊക്കെയാണ് ഇത് വെട്ടുന്നത്. ഇതിൽ തന്നെ താന്ത്രിക സംവിധാനമൊക്കെ ഉണ്ട്. മനുഷ്യാലയത്തിന് പലപ്പോഴും അങ്ങനെ കണ്ടിട്ടില്ല. മനുഷ്യാലയത്തിന് ഇപ്പം സാമാന്യമായിട്ട് കണ്ടുവരുന്നത് നല്ല വിളഞ്ഞ തടിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇടിമിന്നലേറ്റ തടി ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു നിയമം പൊതുവായിട്ടുണ്ട്. പിന്നീട് ഉദ്യാനം എന്ന് പറഞ്ഞത് കാവ് മാത്രമല്ല, കാവ് കൂടാതെ ഉദ്യാനത്തിൽ വൃക്ഷലതാദികൾ ഉപയോഗിക്കരുതെന്നൊരു ഒരു പക്ഷമുണ്ട്. കാവും കൊണ്ട് ഉദ്യാനം ഉദ്ദേശിക്കാമെന്നുണ്ടെങ്കിലും അല്ലാത്ത ഉദ്യാനം ഉണ്ടല്ലോ, നമുക്ക് തണൽ തരുന്ന വൃക്ഷങ്ങൾ കൂട്ടമായിട്ട് വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന ഉദ്യാനത്തിൽ നിന്ന് തടി നശിപ്പിക്കരുതെന്നുള്ള ഒരു പക്ഷമുണ്ട്. അപ്പൊ അങ്ങനെ നിരവധി സംഗതികൾ ക്രോഡീകരിച്ചിട്ടാണ് ഈ ദാരു വിനിയോഗ വിധി ഒരു ചെറിയ ഒരു 4 വരിയുള്ള ഈ ശ്ലോകത്തിനകത്ത് ഇരിക്കുക. എന്നിട്ട് അവസാനം കൊണ്ടുവന്നിട്ട് അന്യഥായതി വധു കുശീലതാ സംഭവേ ദിതി വദന്തി കേചന. അങ്ങനെ പല വിധത്തിലുള്ള മരമൊക്കെ ഉപയോഗിച്ചാല് അവിടുത്തെ സ്ത്രീ, അവിടുത്തെ ഗൃഹനാഥയുടെ സ്വഭാവദൂഷ്യം ഉണ്ടാവും എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. സ്വഭാവദൂഷ്യം ഉണ്ടാവും പറഞ്ഞു വെച്ചിരിക്കുന്നത് പലപ്പോഴും നമ്മുടെ ശാസ്ത്രം അങ്ങനെയാണ്. എന്താണ് മരണച്ചുറ്റ് എന്നൊക്കെ പറഞ്ഞ് അത് ആ ചുറ്റ് സ്വീകരിച്ചാൽ ഉടനെ എല്ലാവരും മരിച്ചു പോകുമെന്നുള്ളതല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലോ, ചുറ്റ് സ്വീകരിച്ചാൽ ഉടനെ മരിച്ചു പോകുമെന്നുള്ളതല്ല അവിടെ അർത്ഥമാക്കുന്നത്. ആ ചുറ്റ് സ്വീകരിച്ചാൽ മരണപ്രദമാകുന്ന അല്ലെങ്കിൽ സമാനമാകുന്ന അതല്ലെങ്കിൽ മരണത്തോളം എത്തുന്ന അല്ലെങ്കിൽ മരണത്തിനോട് ഉപമിക്കാവുന്ന തരത്തിലുള്ള സംഗതികളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഒരുപക്ഷെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അത് തന്നെയാണ് ഇവിടെ ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. ആചാര്യൻ ഇങ്ങനെയാണ്, ഒരു കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ടില്ല, അങ്ങനെ ചെയ്യരുത് എന്നുള്ളതിനേക്കാൾ ഉപരി അങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറയും. കന്നിയിൽ കിണർ കണ്ടിട്ടുണ്ട് എന്നേ പറഞ്ഞുള്ളൂ, ചെയ്യാനായിട്ട് പറഞ്ഞിട്ടില്ല ആചാര്യൻ. കന്നിക്കിണർ കർണസൂത്രത്തിന്റെ ആപൈച്ചൈവ ആപവത്സകതേ മുഖ്യം ഇന്ദ്രജിത്ത് കോഷ്ടേദിഷ്ട, ഇന്ദ്രജിത്തിന്റെ കോഷ്ടത്തിൽ ഇന്ദ്രിയത്തിന്റെ ഭാഗത്ത് കിണർ കണ്ടിട്ടുണ്ട് എന്ന് ആചാര്യൻ ഒരു പക്ഷം പറയുന്നത്. അത് അവിടെ ആചാര്യന്റെ നിഷ്പക്ഷതയാ പറയുന്നത്. എനിക്ക് പറയാൻ അധികാരമില്ല, ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്, പൂർവാചാര്യം ചെയ്ത് കണ്ടിട്ടുണ്ട് എന്ന് മാത്രമേ പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെയാണിത്. ഇങ്ങനെ പലജാതി മരങ്ങൾ ഉപയോഗിച്ചാൽ പലജാതി മരങ്ങളുടെ ഉപയോഗക്രമം കൊണ്ട് ഏതെങ്കിലും ഒരു മരം കാലഹരണപ്പെട്ടു പോയാൽ അവിടുത്തെ സ്ത്രീകൾക്കത് സ്ത്രീയുടെ സ്വഭാവ ദൂഷ്യം ഉണ്ടാവുമെന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരേ തരത്തിലുള്ള മരം ഉപയോഗിക്കുമല്ലോ, അങ്ങനെ ഒരേ തരത്തിലുള്ള മരം ഉപയോഗിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാകും. അങ്ങനെയാണ്. അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ സന്തോഷം വളരെ സവിസ്തരം പറഞ്ഞതുകൊണ്ട് അതിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. അതായത് ശ്മശാനത്തിന് സ്പർശമുള്ള ശ്മശാന വഴിക്ക് ഇരുവശത്തുമുള്ള വൃക്ഷങ്ങളൊക്കെ എടുക്കരുത് എന്നുള്ള നിയമമുണ്ട്. ശ്മശാനത്തിൽ നിൽക്കുന്നത് ഒരിക്കലും എടുത്തുകൂടാന്നുണ്ട്. ദേവാലയത്തിൽ പിന്നെ
ആരാധനാ വൃക്ഷങ്ങൾ, പുരാതന വൃക്ഷങ്ങൾ ഇവയൊക്കെ സ്വീകരിക്കുക എന്നൊക്കെ ഉണ്ട്. ഇടി മിന്നലേറ്റിയ വൃക്ഷങ്ങൾ, അതുപോലെയൊക്കെയുള്ള വൃക്ഷങ്ങൾ ഉപയോഗിക്കരുത് എന്നുള്ളൊരു പക്ഷമുണ്ട്. അത് സാമാന്യന് ഇങ്ങനെ അന്ന് സുലഭമായിട്ടും വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടും ഈ പറഞ്ഞ പോലെ കാവ് സംരക്ഷിക്കേണ്ട സംഗതി ബാധ്യത, ഓക്സിജൻ പ്ലാന്റ് ആണല്ലോ കാവുകൾ എന്ന് പറയുന്നത്, സംരക്ഷിക്കേണ്ടതായ ഉത്തരവാദിത്വം മറ്റുള്ളവരിൽ ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ കൂടെ ആയിരിക്കണോ അങ്ങനെ പറഞ്ഞത് എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കരുതാം. എന്നിരുന്നാലും വൃക്ഷസ്ഥിതിയിൽ ഒരേ ജാതി മരങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ശാസ്ത്രീയത ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ്. ഡെൻസിറ്റി അല്ലെങ്കിൽ കാഠിന്യം, കടുപ്പം ഒരേ തരത്തിലുള്ള ആയതുകൊണ്ട് ഒരേപോലെ തന്നെ അത് ഒരേ കാലഘട്ടം, ഒരേ ഡ്യൂറേഷൻ, ഒരേ പീരീഡ് നമുക്ക് കിട്ടും എന്നുള്ളത് തന്നെയാണ്. ഇതാണ് ദാരുവിനിയോഗ വിധിയിൽ 4 വരി ശ്ലോകത്തിൽ ആചാര്യൻ അർത്ഥമാക്കിയിരിക്കുന്നതെങ്കിലും സന്തോഷ് വളരെ സവിസ്തരം നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചതുകൊണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്തതിലേക്ക് സാർ സംസാരിക്കും. ഇവിടെ സന്തോഷ് സാറും അതുപോലെ തന്നെ ബിജി സാറും ഒക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും നമ്മൾ ഒന്നുകൂടി അറിയേണ്ടതുണ്ട്. നമ്മുടേതായ എഞ്ചിനീയറിംഗ് ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് തടി എന്ന് പറയുന്നത്, അതിന് വുഡും അതുപോലെ തന്നെ ഏതൊരു മെറ്റീരിയലിനും തെർമൽ എക്സ്പാൻഷൻ ഉണ്ട്. ഇപ്പോൾ ഫ്രണ്ട് ഡോർ അല്ലെങ്കിൽ തടി സൈഡിലൊക്കെ ഡോർ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് സൂര്യപ്രകാശം കൊണ്ടിട്ട് ഈ തടിക്ക് എക്സ്പാൻഷൻ സംഭവിക്കും. അപ്പൊ ഒരു മരത്തിന്റെ ഒറ്റ പീസിൽ നിന്ന് പണ്ട് കാലത്ത് ഞാൻ ക്യാഷ് ബോക്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ചെറുപടി സാർ പറഞ്ഞു, കാരണം വളരെ തിന്നായിട്ടുള്ള തടി വെച്ചിട്ടാണ് അന്നത്തെ ക്യാഷ് ബോക്സ്. പക്ഷെ എന്നിട്ട് പോലും അതിന്റെ ജോയിന്റുകൾക്കൊന്നും തന്നെ യാതൊരു ഗ്യാപ്പും ഉണ്ടായിട്ട്, എനിക്ക് തോന്നുന്നു ഒരു സെന്റിയൊക്കെ അതിന്റെ പീസിന്റെ കനവും. പക്ഷെ ഒരുപാട് ജോയിന്റ്, ഒരു 10 ജോയിന്റ് ഒക്കെ അത്, പക്ഷെ ആ ജോയിന്റ് ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നിരിക്കും. അതിന്റെ കാരണമായിട്ട് ഒരു സാറെന്ന് പറഞ്ഞിരുന്നത്, ഒരു മരത്തിന്റെ ഒരു പീസിൽ നിന്നാണ് അതിന്റെ പലകയായാലും അതിന്റെ ചെറിയ ചെറിയ പീസുകളായാലും. അപ്പൊ ഒരു വലിയ ഇതെടുക്കുന്നു, ലോഗ് എടുക്കുന്നു, അതിൽ നിന്ന് തന്നെ അതിന്റെ ഈ ഫ്രെയിമും അതിന്റെ ഷട്ടറും എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ അതിന് വെയിലടിക്കുന്ന സമയത്ത് ഇതിന്റെ തെർമൽ എക്സ്പാൻഷൻ ഒരേ കണക്കായി. അപ്പൊ അത് വികസിക്കുന്നുണ്ടെങ്കിൽ ആ ഒറ്റ യൂണിഫോം സ്ട്രക്ചറായിട്ടും, നമുക്കറിയാം കോൺക്രീറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ എക്സ്പാൻഷൻ ക്രാക്ക് ഉണ്ടാകും. ഇവിടെയും അതേസമയം ഒരു യൂണിഫോം സ്ട്രക്ചറായിട്ട് ഒരുമിച്ചാണ് നമ്മൾ ഒരു കോൺക്രീറ്റ് സ്ലാബ് ചെയ്യുന്നതെങ്കിൽ അത് വികസിക്കുന്നതും ഒരേ കണക്കായി. അപ്പൊ ഇവിടെയും തടിയെ ഒരു പീസിൽ നിന്ന് തന്നെ, ഒരു മരത്തിന്റെ ഒരു പീസിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ട് നമ്മൾ പഴയ കാലത്തുള്ള ക്യാഷ് ബോക്സ്. അപ്പൊ ഇത് തന്നെ ആയിരിക്കാം ഇവിടെയും പറയുന്നത്. നമ്മൾ ഡോറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്, ഫ്രണ്ട് ഡോറൊക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും അത് ഒരു പീസിൽ നിന്ന് തന്നെ എടുത്തുണ്ടാക്കുക. അങ്ങനെ വരുന്ന സമയത്ത് അതിന്റെ എക്സ്പാൻഷൻ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അപ്പുറം ഇപ്പുറം കാണുന്ന ഒരു രീതിയിലേക്ക് വരത്തില്ല. അതുപോലെ തന്നെ ഇത് മഴക്കാലത്തൊക്കെ അടയുന്നതിനും അതുപോലെ തുറക്കുന്നതിനും ഒക്കെ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമ്മൾ എഞ്ചിനീയറിംഗ് സൈഡിൽ നമുക്ക് മനസ്സിലാകും. പിന്നീട് നോക്കേണ്ടത്, എനിക്ക് പെരുന്തച്ചൻ സിനിമ കണ്ടവർക്കറിയാം, ഇപ്പൊ ബിജി സാറും സന്തോഷ് സാറും ഒക്കെ പറഞ്ഞതിലെ ഒരു പ്രധാന കാര്യം, അവിടെ മകൻ ഉണ്ടാക്കിയ വിഗ്രഹങ്ങൾക്കെല്ലാം, തടിയിലുണ്ടാക്കിയ വിഗ്രഹങ്ങൾക്കെല്ലാം ഒരു മങ്ങലുണ്ട്. അച്ഛനേക്കാൾ കേമനാണ് മകൻ എന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ആ പെരുന്തച്ചൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, നീ ചെയ്ത വിഗ്രഹങ്ങൾക്കെല്ലാം മങ്ങലുണ്ടാകുന്നു, അതിന്റെ കാരണം നിനക്കറിയാം. അപ്പോഴാണ് മകൻ പറയുന്നത്, ഇല്ല എന്ന് പറയുമ്പോഴാണ് ഒരു ശ്ലോകം ചൊല്ലിയിട്ട് പറയുന്നുണ്ട്, അത് ഈ മരം മുറിക്കുന്നതിന് മുമ്പ് ഈ പക്ഷിമൃഗാദികളുടെയൊക്കെ ഒന്നും അനുവാദം വാങ്ങാതെ നീ കയറി അത് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ഇതുണ്ടായത്. എന്നാലും വേറൊരു കാര്യം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നു, ഈ മരങ്ങൾ മുറിക്കുന്നതിന് സമയം നോക്കാറുണ്ട്. ഇപ്പൊ പ്ലാവ് അതുപോലുള്ള സാധനങ്ങൾക്ക് ഈ ഉള്ളിൽ കാതലുള്ള സാധനങ്ങൾ പലപ്പോഴും മുറിക്കുന്ന സമയത്ത്, അതായത് വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ആൾക്കാരൊക്കെ പറയും നല്ല ഇതാണ്, നല്ല കാതലുണ്ട്, നല്ല ഒരുപാട് തടിയൊക്കെ കിട്ടും. പക്ഷെ മുറിച്ച് കഴിയുമ്പോഴായിരിക്കും ഇതിന്റെ അകത്ത് ചെല്ലുന്ന സമയത്ത് ഈ വെളിയിൽ മൊത്തം വെള്ളക്കളർ, അകത്തോട്ട് ഇതിന് വളരും. ഇത് ചന്ദ്രന്റെ സ്ഥിതിക്ക് അനുസരിച്ചിട്ട് ഈ മരങ്ങളുടെ കാതൽ മാറുന്നുണ്ട് എന്ന് പറയും. ചന്ദ്രൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് കറുത്തവാവും വെളുത്തവാവും. അപ്പൊ ഈ കറുത്തവാവിനനുസരിച്ചിട്ടും വെളുത്തവാവിലേക്ക് മാറുന്ന സമയത്ത് ഇതിന്റെ കാതലിൽ വ്യത്യാസം.
ഉദാഹരണമായിട്ട് പ്രധാനമായിട്ട് പ്ലാവ് പോലുള്ള സാധനം നമ്മൾ മുറിക്കുന്നത് ചന്ദ്രന് ബലമുള്ള സമയത്ത് നോക്കിയിട്ട് നമ്മൾ ഏത് ടൈമിലാണോ മുറിക്കേണ്ടത് ആ ടൈമിൽ മുറിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറെ കൂടി കാതൽ കിട്ടും എന്ന ഒരു ഇത് കണ്ടു. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് പ്രകൃതിക്ക് അനുകൂലമായിട്ടുള്ള സമയത്ത് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യണമെന്ന് പല ഗ്രന്ഥങ്ങളും പറയുന്നുണ്ട്, പല ആചാര്യന്മാരും ഇത് പിന്തുടരുന്നതായിട്ട് കണ്ടു. പക്ഷെ ഇതിനേക്കൊന്നും തന്നെ നമുക്കിപ്പോ ഒരു മരം മുറിച്ചു കഴിയുമ്പോൾ കാതലില്ല, അപ്പൊ നേരത്തെ അതിന് കാതലുണ്ടായിരുന്നോ ഇല്ലേ എന്ന് നമുക്ക് തെളിയിക്കപ്പെടാൻ പറ്റുന്നു. അപ്പൊ ഇവിടെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതാണ്, നമ്മളെപ്പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങൾ ഇത് പഠിക്കുന്നതോടൊപ്പം തന്നെ ഇതിന് ആധികാരികമായിട്ട് എന്താണ് അതിന്റെ ശാസ്ത്രീയത എന്നുള്ള ഒരു പരീക്ഷണം. അടുത്തായിട്ട് ബിജു സാറ് പറഞ്ഞ മലേഷ്യൻ വുഡിനെ കുറിച്ചിട്ട്. മലേഷ്യൻ വുഡൊക്കെ ഇറങ്ങിയ ഒരു 96 കാലഘട്ടത്തിൽ 2000 കാലഘട്ടത്തിലൊക്കെയാണ് ഈ മലേഷ്യൻ വുഡ് ഉള്ളത്. ആ കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് വളരെ സന്തോഷത്തിലൂടെയാണ് ഇത് ചെയ്യുന്നത്. കാരണം വലിയൊരു ലോകമാണ്. ഈ ലോകിൽ നിന്നാണ് നമ്മൾ ഇതിന്റെ പീസുകളൊക്കെ വെട്ടിയെടുക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് കേടോ മറ്റു കാര്യങ്ങളോ ഒന്നും. പക്ഷെ പറ്റിയത് നമ്മളൊരു വിൻഡോയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ പിൻകോഡ് ആ വയലറ്റ് എന്നൊക്കെ പറയുന്നത് വയലറ്റ് കളറിലെ സാധനം. അപ്പൊ ഈ വയലറ്റ് കളറിലെ സാധനം എടുത്തുകൊണ്ട് വന്ന് നമ്മൾ വിൻഡോയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ മഴക്കാലത്ത് ഈ വിൻഡോ അടയാൻ ബുദ്ധിമുട്ടായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചൊന്ന് ചീവി ഇതിനെ ഒന്ന് ലൂസാക്കി. എന്നാൽ വേനൽക്കാലം ആകുമ്പോൾ വരുന്ന കുഴപ്പം ഇത് അപ്പുറം ഇപ്പുറം കാണാൻ പറ്റും. അത് ഇവൻ കൊണ്ടങ്ങ് ചുരുങ്ങി കഴിഞ്ഞാൽ അവിടെ ഹോൾ. ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട്. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള കാലഘട്ടത്തിൽ ഞാനൊക്കെ ഈ ഒരു സാധനം ഒഴിവാക്കാനായിട്ട്, അതായത് ആ തെർമൽ എക്സ്പാൻഷൻ പലപ്പോഴും പലതാണ്. നമ്മുടെ കാലാവസ്ഥയോടുകൂടി പ്രതികരിക്കുന്നത് വ്യത്യസ്തമാണ്. അപ്പൊ ഇതൊക്കെ ഒഴിവാക്കാനായിരിക്കാം ഒരു പക്ഷേ ഇവര് ഈ പറയുന്ന കുറെ നിബന്ധനകളൊക്കെ ഇന്ന മരങ്ങളായിരിക്കണം ഇന്ന സ്ഥലത്ത് ഉപയോഗിക്കേണ്ടത്. ഞാൻ പലപ്പോഴും ഒക്കെ കണ്ടിട്ടുണ്ട് ഈ കട്ടിയുള്ള പ്രദേശങ്ങളിൽ നിൽക്കുന്ന മരങ്ങളുടെ കാതലും അതുപോലെ തന്നെ കട്ടി കുറഞ്ഞ അതായത് വെള്ളക്കെട്ടൊക്കെ ഉള്ള സ്ഥലത്ത് നിൽക്കുന്ന മരങ്ങളുടെ കാതലും തമ്മിൽ വ്യത്യാസമുണ്ട്. അവയുടെ സ്ട്രെങ്തിൽ വ്യത്യാസമുണ്ട്. അത് തന്നെ നമ്മൾ പണിതിട്ട് കഴിഞ്ഞാൽ ചിലതിലൊക്കെ ഈ കുത്തുകുത്തൊക്കെ വീഴുന്നതായിട്ട് കണ്ടു. അപ്പൊ ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കും. അപ്പൊ ഈ പറയുന്ന നിബന്ധനകളൊക്കെ നമുക്കിന്ന് പാലിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് പറ്റും. ഇനി വേറെയും ഇപ്പൊ പ്ലാവ് തന്നെ പല ടൈപ്പിൽ നമുക്ക്. ഞാനൊക്കെ പണ്ട് കണ്ടപ്പോ പ്ലാവ് കണ്ടു കഴിഞ്ഞപ്പോൾ പ്ലാവിന്റെ തടിയാണ് എന്ന് പറഞ്ഞു, ജാക്ക്വുഡാണ് എന്ന് പറഞ്ഞപ്പോൾ അത് ഭയങ്കര ഫിനിഷിങ് ആയിരുന്നു. അതിലൊരു കേടോ അടയാളവും ഇല്ല. പക്ഷെ ഞാൻ ഈ തടി എടുക്കുമ്പോൾ ഒട്ടും വെയിറ്റ് ഇല്ല. അപ്പൊ ഇതിനെയാണ് ഇവര് മലേഷ്യൻ വുഡ്. അപ്പൊ കാഴ്ചക്ക് നമുക്ക് തോന്നും നല്ല ഒറിജിനൽ പ്ലാവ്, പക്ഷെ ഇതിന് വെയിറ്റ് കാണത്തില്ല. അതുപോലെ തന്നെ നല്ല വെയിലടിച്ചു കഴിഞ്ഞാൽ ഇതിലിങ്ങനെ വരകൾ ഇങ്ങനെ ഒരു ഗ്രെയിൻസ് ആയിട്ട് ഇങ്ങനെ വീഴുകയും അത് പൊട്ടൽ കണക്ക് നമുക്ക് തോന്നും. അപ്പൊ ഇങ്ങനെയുള്ള വുഡുണ്ട്. ഇതിലുള്ള ഏറ്റവും വലിയ ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഡെൻസിറ്റി കുറവായത്. അതായത് ഒരു സോഫ്റ്റ് വുഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വിജാഗിരിയൊക്കെ സ്ക്രൂ ഇതൊക്കെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഡോർ ഫ്രെയിമിനൊക്കെ നല്ല വെയിറ്റ് ഉണ്ടെങ്കിൽ, അതായത് ഡോറിന്റെ ഷട്ടറിനൊക്കെ നല്ല വെയിറ്റ് ഉണ്ടെങ്കിൽ ഇത് ഊരിപ്പോകുന്ന ഒരു സ്വഭാവം, അല്ലെങ്കിൽ തൂങ്ങിപ്പോകുക എന്ന് പറയും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഡോർ അടയ്ക്കാനും തുറക്കാനും. ഇനി ഇതുപോലെ തന്നെ ഗുജറാത്തിൽ നിന്നൊക്കെ ഹോർമോൺ ഇഞ്ചെക്ട് ചെയ്തിട്ട് ഉള്ള വുഡുകൾ വരും. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്ലാവ് എന്ന് പറയും തന്നെ തോന്നും. പക്ഷെ നല്ല കാതലുണ്ടായി, നല്ല കളറും ആയിരിക്കും, മഞ്ഞ കളറൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷെ ഇത് നമ്മളല്ല കോഴിക്കൊക്കെ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന കണക്ക് തന്നെ ഈ പ്ലാവിനെ പ്ലാന്റേഷനിൽ വളർത്തിയിട്ട് ഇതിന്റെ വേരിലേക്ക് ഹോർമോൺ ഇഞ്ചെക്ട് ചെയ്യും. ഇതിന്റെ കളറ് ഇത് പെട്ടെന്ന് മരമങ്ങ് വലുതാകുകയും അതുപോലെ തന്നെ ഇതിന്റെ കളറ് മൊത്തത്തിൽ ഈ പറയുന്ന കളറിലേക്ക് മാറുകയും ചെയ്യും. അപ്പൊ നമ്മൾ നോക്കുന്നത് ഇതിന് കളറുണ്ടോ എന്നുള്ളതാണ്. വൈറ്റ് കളറാണെങ്കിൽ നമ്മൾ പറയും ഇത് കുഴപ്പമാണ്, ഇതിട്ട് വർക്ക് ചെയ്യാൻ പാടില്ല. എന്നാൽ നമുക്ക് നല്ല ഈ പറയുന്ന യെല്ലോ മഞ്ഞ കളറാണെങ്കിൽ നമ്മൾ പറയും നല്ല പ്ലാവാണ്, നല്ല വുഡാണ്. പക്ഷെ ഇവിടെ പറ്റുന്നത് ഈ രീതിയിൽ പലപ്പോഴും പല കോൺട്രാക്ടർമാരുടെയും ലൈഫ് തന്നെ പ്രശ്നമായ കേസ്. കാര്യം ഇവർ പോയി മില്ലിൽ പോയി തടി എടുത്തുകൊണ്ട് വരും, പണിയും, പണിത് കഴിഞ്ഞിട്ട് ഇതൊക്കെ കൊണ്ട് നല്ല കാതലാണെന്ന് പറഞ്ഞ് ഉടമസ്ഥനും നോക്കുമ്പോൾ എല്ലാം ഓക്കെയാണ്. പക്ഷെ ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്ക് ഇതില് ചെറിയ ചെറിയ കുത്തുകൾ വീഴും.
അങ്ങനെ വീഴുന്നതോടുകൂടി ഇതിന്റെ ഉളുപ്പ് എന്ന് പറയുന്ന നമ്മൾ പറയുന്ന കണക്ക് ഇത് കേടാകാൻ. അപ്പൊ കോൺട്രാക്ടർ പറ്റിച്ചതാണ് അല്ലെങ്കിൽ അയാള് ഇതാക്കിയതാണെന്ന് പറഞ്ഞിട്ട് പല കേസുകളും എനിക്കറിയാം. അപ്പൊ ഇങ്ങനെയൊക്കെ തടിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു കാര്യം. ഇന്ന് പിന്നെ അങ്ങനെയുള്ള തടികളാണെങ്കിൽ തന്നെയും ഇതിനൊക്കെ പ്രത്യേകിച്ച് ഇപ്പൊ ടെർമിനേറ്റർ പോലുള്ള പല ട്രീറ്റ്മെന്റുകളും നമുക്ക് അതിനകത്തേക്ക് കെമിക്കലുകൾ ഇതിൽ അപ്ലൈ ചെയ്യുന്നതോടുകൂടി ഇപ്പൊ മരങ്ങളെ സംബന്ധിച്ചോളം അതിന് ചെറിയൊരു പുളിപ്പുള്ളത് കൊണ്ടാണ് ഈ ഉളുപ്പ് മറ്റതുള്ള ജീവികളും ഫംഗസും ഒക്കെ വരുന്നത്. അതിനെ നമ്മൾ പെട്രോളിലോ അല്ലെങ്കിൽ ഡീസലിലോ ഇത് അങ്ങോട്ട് മുക്കി കഴിഞ്ഞാൽ അതിന്റെ ഈ ടേസ്റ്റ് നഷ്ടപ്പെടുകയും പിന്നെ ഒരു ഇതും വന്നിട്ട് ഇതിനെ ഉപദ്രവിക്കാത്തത് കൊണ്ട് ഈ തടി ഇങ്ങനെ നിർജീവമായിട്ട് ഇരിക്കുന്നതായിട്ട് അവസ്ഥ. അതുകൊണ്ട് ഇന്ന് ഒരു പരിധി വരെ നമുക്ക് ഈ തടികളെ ഉപയോഗിക്കാനായിട്ട്. പക്ഷെ എന്നാലും ഈ തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്ന പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ഡോറും വിൻഡോസിന്റെയൊക്കെ ഈ ജോയിന്റുകളൊക്കെ ഇങ്ങനെ ഇളകി നിൽക്കുന്നതായിട്ടും ഇവ തൂങ്ങുന്നതായിട്ടും അതുപോലെ തന്നെ മഴക്കാലത്ത് നമുക്ക് അടയ്ക്കാനും വേനൽക്കാലത്ത് അപ്പുറം ഇപ്പുറം കാണുന്ന ഹോളുകൾ കാണുന്നതും ഒക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും എന്നതാണ് ഇപ്പോൾ വിജി സാറും സന്തോഷ് സാറും പറഞ്ഞതിന്റെ നമ്മുടെ ഒരു എഞ്ചിനീയറിംഗ് സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അപ്പൊ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ആരെങ്കിലും ഉണ്ടോ ചോദിച്ചോളൂ. ഇല്ലെങ്കിൽ ഓക്കെ പറഞ്ഞു നമുക്ക് അടുത്ത നോക്കാം. ഓക്കെയാണ് സർ. ഓക്കെയാണ് സർ. ഓക്കെ, എന്നാ ശരി. ദാരുവിനിയോഗ വിധി. ഏകജാതി ഏകകവാടവിധി. ഏകം കവാടം യതി വാമഭാഗേ മധ്യാദധോ വോപരിവാരമാസ്യാത് തദർഗളം വർത്തുളമഷ്ടകോണം വേദാശ്രകം വാ ദൃഢശൃംഗലം വാ. സന്തോഷ് പറഞ്ഞോളൂ. കഥക് എങ്ങനെയാണ് തൂക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മള് പണ്ട് കാലത്ത് ഒറ്റ കഥകായിട്ടും രണ്ട് കഥകായിട്ടും, അതായത് മുകളിലും താഴെയും കഥകായിട്ടും, അതായത് രണ്ട് പാളി വീതം നെടുകെ കീറുന്ന ഇന്നത്തെ ഈ നാലിപ്പൂത്തൊക്കെ വെക്കുന്ന സമ്പ്രദായത്തിലുള്ള കഥകായിട്ടും 4 പാളിയായിട്ട് നമുക്ക് ചെയ്ത് കണ്ടിട്ടുണ്ട്. താഴെ 2 പാളി, മുകളിൽ 2 പാളി, അങ്ങനെ 4 പാളിയായിട്ടും നെടുകെ കയറി 2 പാളിയായിട്ടും ഒറ്റപ്പാളിയായിട്ടും ഒക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇവിടെ ഈ ഒറ്റക്കഥകാണെങ്കിൽ അതെങ്ങനെയാണ് വയ്ക്കേണ്ടത് എന്നുള്ളതാണ്. അതെങ്ങനെ സെറ്റ് ചെയ്യണം, ഏത് ഭാഗത്താണ് ഇത് തൂക്കേണ്ടത്, തൂക്കുക എന്ന് പറഞ്ഞാൽ വിജാവധി തറയ്ക്കേണ്ടത്, തൂക്കി നിർത്തേണ്ടത് ഉള്ള വിഷയത്തെ കുറിച്ചാണ് ഇവിടെ ആചാര്യൻ പറയുന്നത്. അപ്പോ ഏകം കവാടം യതി വാമഭാഗേ മധ്യാദധോ വാ ഉപരി വാ അരമാസ്യാം തദർഗളം വർത്തുളമഷ്ടകോണം വേദാശ്രകം വാ ദൃഢശൃംഖലം വാ. പണ്ട് കാലത്തൊക്കെ കഥവ് തൂക്കുന്നത് ഈ ബീജാപരി ഇല്ലാതിരുന്ന കാലത്ത് ഈ കട്ടളയുടെ ബാക്ക് സൈഡിൽ ചെറിയൊരു കുഴിയൊക്കെ ഉണ്ടാക്കി ഒരു റൗണ്ട് പോലെയൊക്കെ വന്ന് അതിലൊരു കുഴിയിട്ട് ഈ കഥക് ഈ മുകളിലും താഴെയൊക്കെ ഒരു റൗണ്ടൊക്കെ ഉണ്ടാക്കി പഴയ വീട്ടിലൊക്കെ ചിരട്ടയൊക്കെ വെച്ച് താഴോട്ട് ഇറങ്ങി പോകാതിരിക്കാൻ അങ്ങനെയും കണ്ടിട്ടുണ്ട്. അപ്പൊ മുകളിൽ കൊളുത്തിയിട്ട് ആ ഹോളിനകത്തൂടെ മുകളിലേക്ക് ഇട്ട് താഴോട്ടും ആ ഹോളിനകത്തിട്ട് അങ്ങനെ നല്ല കനത്തിൽ ചെയ്യുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. പിന്നെ കാലക്രമങ്ങളിൽ സാധാരണ വീടുകളിലൊക്കെ ഇരുമ്പിന്റെ കൊളുത്ത് വെച്ച് ചേരുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. പിന്നീട് വിജാവരിയൊക്കെ വന്നു. ഇങ്ങനെ ഒറ്റക്കഥയായിട്ട് കൊളുത്തുമ്പോൾ അത്
ഏത് ഭാഗത്താണ് വേണ്ടത് എന്ന് പറയുന്നു. അപ്പൊ പല 3 വിധത്തില് കഥകിന്റെ സമ്പ്രദായം പറഞ്ഞുവെങ്കിലും ഒറ്റ കഥകാണെങ്കിൽ അത് എങ്ങനെയാണ് വേണ്ടത്? 2 കഥവും 4 കഥവും ഒക്കെ ആണെങ്കിൽ അതിന് പ്രശ്നമില്ല. കാരണം അത് മാതാവെന്നും പുത്രിയെന്നും ഒക്കെ വരുന്നതുകൊണ്ട് അത് ബുദ്ധിമുട്ടായിട്ട് വരുന്നില്ല. അപ്പൊ ഒറ്റ കഥകാണെങ്കിൽ ഏകം കവാടം യതി വാമഭാഗേ, വാമഭാഗത്താണ്, ഇടത് ഭാഗത്താണ് തുറക്കേണ്ടത്. ഏകം കവാടം യതി, കവാടം ഏകമാണെങ്കിൽ വാമഭാഗേ, വാമഭാഗത്തിലാണ് കൊടുക്കേണ്ടത്. മധ്യത്തിൽ നിന്നും അഥവാ അതോ ഭാഗത്തോ ഉപരിവ, ഉപരിയായിട്ടോ അല്ലെങ്കിൽ മുകൾ ഭാഗത്തോ അരമാസ്യ, അരമ എന്റെ കുറ്റി തറയ്ക്കും. തദർഗളം വർത്തുളം അഷ്ടകോണം, തദർഗളത്തെ, അർഗളം എന്നൊരു തഴുത്, അതിന്റെ കുറുത്തുകൾ. വർത്തളം എന്ന് പറഞ്ഞ ഉരുണ്ടത്, ഉരുട്ടിയൊക്കെ കൊടുത്തിരിക്കുന്ന സമ്പ്രദായങ്ങൾ പണ്ടൊക്കെ ഈ സാക്ഷ്യം ഇടുന്നതും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ചങ്ങല കൊണ്ടൊക്കെ ഈ കഥ കുറ്റിയിട്ട് ചങ്ങല കൊണ്ട്, ഇരുമ്പിന്റെ ചങ്ങല കൊണ്ടൊക്കെ ഇടുന്ന സമ്പ്രദായങ്ങളൊക്കെ. അപ്പൊ ഈ സമ്പ്രദായത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കഥക് ഒറ്റ കഥകളാണെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങും ഇടതുവശത്താണ് തുറക്കേണ്ടത് എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് ഇവിടെ പ്രധാനമായിട്ട് സൂചിപ്പിക്കുന്നത്. ഇതില് മനുഷ്യാലയ വിധിയിൽ തന്നെ പറഞ്ഞു, ഇപ്പൊ നമ്മള് ഇടതും വലതും എങ്ങനെയാണ് തിരിച്ചറിയുക എന്നൊരു സംശയം വരും എന്ന് മനസ്സിലാക്കിയിട്ട് മനുഷ്യാലയ വിധിയിൽ പറഞ്ഞിരിക്കുന്നു. ഒന്നത്രേ കഥകെങ്കിൽ നിർഗമ വിധവും വാമേ തൊടുത്ത് അന്യഥ എന്ന് പറഞ്ഞിരിക്കുന്നു. ഒന്നത്രേ കഥകെങ്കിൽ, ഒരു ഒറ്റപ്പാളിയാണ് കഥ എങ്കിൽ നിർഗമ വിധവും, നിർഗമം എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങും. അപ്പോ വാമേ തൊടുക്ക്, ഇടതുവശത്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ വീടിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടതുവശത്താണ്. നമ്മളിപ്പോ ഇവിടെ ആദ്യം ഏകം കവാടം യതി വാമഭാഗേ, ഒറ്റപ്പാളിയാണെങ്കിൽ ഇടതുവശത്താണ് തൊടുക്കേണ്ടത് അല്ലെങ്കിൽ തൂക്കേണ്ടത് അല്ലെങ്കിൽ ഫിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഇടതും വലതും എങ്ങനെ കണക്കാക്കും എന്ന സംശയം നമുക്ക് ഉണ്ടാകരുത് എന്ന് വെച്ചിട്ട് അത് ഞാൻ ഇവിടെ പറയുന്നു. ഒന്നത്രേ കഥയെങ്കിൽ നിർഗമ വിധവും വാമയെ തൊടുക്കന്യത, ഇടതുവശത്താണ് തൊടുക്കേണ്ടത്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടതുവശമാണ്. ഇടതും വലതും നമ്മൾ കണക്കാക്കേണ്ടത് വീടിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് എന്ന് പറയും. പിന്നെ ഈ തഴുതുകളൊക്കെ കൊടുക്കുമ്പോൾ എട്ടവട്ടമായിട്ടോ എന്താണ് ചതുരമായിട്ടോ ഇങ്ങനെ പല വിധത്തില് ചങ്ങല കുറ്റിയും ചങ്ങലയായിട്ടോ ഇങ്ങനെ പല വിധത്തില് പണ്ട് കാലത്ത് അതിന്റെ തഴുതുകളൊക്കെ ചെയ്തിരുന്നു. ഈ പഴയ സിനിമകളിൽ കാണാം ഇങ്ങനെ കൈകൊണ്ട് നീക്കി വിടുന്നത്, ചങ്ങലയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെ. അപ്പോ അതെങ്ങനെയൊക്കെ വേണമെന്നുള്ള വിധതയാണ് പറഞ്ഞിരിക്കുന്നത്. അതിലും പ്രധാനമായിട്ട് കവാടം, കഥക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, വീടിന്റെ അകത്തുനിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടതുവശത്താണ് തുറക്കേണ്ടത് എന്നുള്ളതിനെ ആചാര്യൻ സൂചിപ്പിക്കും. കഴിഞ്ഞോ? ഇവിടെ ഇപ്പൊ സവിസ്തരം പറയാനായിട്ട് മറ്റൊന്നുമില്ല. അത് ചന്ദ്രികയില് അങ്ങനെ ഇടതുവശം എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഇടതുവശം എന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക് നമ്മൾ അകത്തോട്ട് കയറുന്ന നമ്മളുടെ അല്ല, നമ്മുടെ വീടിന്റെ ദർശനത്തിൽ നിന്നാണ്. വീടിന്റെ മുഖം കിഴക്കോട്ടാണെന്നുണ്ടെങ്കിൽ വീട് കിഴക്കോട്ടും തിരിഞ്ഞ് നിൽക്കുമ്പോൾ വീടിന്റെ ഇടതുവശം അതാണ്. അത് ചന്ദ്രികാകാരൻ അങ്ങനെ അത് പറഞ്ഞില്ലെങ്കിൽ തന്നെയും നമ്മൾ അത് അങ്ങനെ തന്നെയാണ് കാണേണ്ടത്. ഈ പറഞ്ഞതുപോലെ മനുഷ്യാലയ വിധിയിൽ ഭാഷാ ശ്ലോകത്തിൽ അത് വളരെ വ്യക്തമാക്കി തരുന്നത് കൊണ്ട് നമുക്ക് അതും കൂടി ഇവിടെ കോട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ ഇടതുവശത്ത് ഒറ്റപ്പദമായിട്ട്. ഇനി അത് തന്നെ ഇരട്ടക്കഥകളാണെന്നുണ്ടെങ്കിൽ തള്ളക്കഥവും പിള്ളക്കഥവും വരുന്നതും ഇതുപോലെ തന്നെയാണ്. ഇടതുവശത്ത് തള്ളയും മറ്റേത് പിള്ളക്കഥവുമായിട്ട് വരും. എന്നിട്ട് അതിനകത്ത് സൂത്രപ്പട്ടിക തറയ്ക്കുന്നത് തള്ളക്കഥവിലായിരിക്കുമല്ലോ, പിള്ളക്കഥവ് ഒന്ന് അടച്ചിട്ടാണ് സൂത്രപ്പട്ടികയിൽ തറയ്ക്കുന്നത്. ഇങ്ങനെ അത് വലിയ ഇമ്പോർട്ടന്റ് ആയുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങളേ ഉള്ളൂ. മറ്റ് ഇമ്പോർട്ടന്റുകളായ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇടതുവശത്ത് ഉറപ്പിക്കുക, ഒറ്റ കഥ ആണെങ്കിൽ ഇടതുവശത്ത് ഉറപ്പിക്കുക. അത് അപ്പോൾ എവിടെയാണ് ഇടതുവശം എന്ന് ചോദിച്ചാൽ വീട്ടിൽ നിന്നും നമ്മൾ ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ വീടിന്റെ ഇടതുവശം എന്ന് പറയുന്നത് വീടിന്റെ ദർശനത്തിന്റെ ഇടതായിരിക്കും. എപ്പോഴും വീടിന്റെ മുഖത്തിന്റെ ഇടതാണ് ദർശനം. അത് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ ഇടത് എന്ന് പറയുന്നത്, നമ്മൾ കയറുമ്പോഴല്ല, നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ നമുക്കല്ല ഇവിടെ പ്രാധാന്യം, ഗൃഹത്തിനാണ് പ്രാധാന്യം, ഗൃഹത്തിന്റെ മുഖത്തിനാണ് പ്രാധാന്യം എന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. ഇത് അത്ര സവിസ്തരം പറയാനും മാത്രമൊന്നുമില്ല. അത് അടുത്ത ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. സാറേ പറഞ്ഞേ. ഇവിടെ പ്രത്യേകിച്ച് ശ്ലോകത്തിന്റെ കാര്യങ്ങളിൽ നോക്കുമ്പോൾ നമുക്ക് ഓരോ ഡോറുകളും എവിടെ ഫിറ്റ് ചെയ്യണം, എങ്ങോട്ട് തുറക്കണം എന്നതിനെ കുറിച്ചാണ് ഇവർ പറയുന്നത്. അപ്പൊ അതില്
നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നതാണ്. എഞ്ചിനീയറിംഗില് ആണെങ്കിൽ നമ്മളിപ്പോ ഒരു വീടിനെ ഇങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്, ഇവിടെ റൈറ്റ് സൈഡുമായിട്ടാണ് എടുക്കുന്നത്. പക്ഷെ ഇവിടെ ബിജു സാർ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു, നമ്മുടെ എഞ്ചിനീയറിംഗിലാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഡോറിന്റെ ലെഫ്റ്റ് സൈഡ് ഇട്ടെടുക്കുന്നത്. പക്ഷെ ഇവിടെ വ്യക്തിയിലാണല്ല, അത് വീടിനെ ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ ഒരു ജീവനുള്ള വസ്തുവായിട്ടാണ് കാണുന്നത്. അപ്പൊ വീടിന്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇവിടെയായിട്ട്, അപ്പൊ ഇതിൽ വേണം നമ്മളെ ആദ്യത്തെ ഇത് പിടിപ്പിക്കാനെന്നാണ്. ഇത് ഒറ്റക്കഥ ആണെങ്കിൽ ഇവിടെ വേണം നമ്മൾ സ്ക്രൂ ഒക്കെ കൊടുത്തിട്ട് വിജാഗിരിയോ മറ്റു കാര്യങ്ങളോ കൊടുത്തിട്ട് പിടിപ്പിക്കാൻ. അപ്പൊ ഈ ഭാഗമായിരിക്കും അടയുന്നത്. അപ്പൊ ഈ ഒരു കാര്യമാണ് ഇവരിവിടെ സൂചിപ്പിച്ചത്. ഇന്ന് നമുക്കിത് പ്രായോഗിക തലത്തിൽ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ക്ലോക്ക് വൈസിൽ തുറക്കാനാണ് നമുക്ക് എപ്പോഴും എളുപ്പം. അതുകൊണ്ട് തന്നെ ഈ ലോക്കൊക്കെ മാറ്റാനായിട്ട് ക്ലോക്ക് വൈസിൽ ചെയ്യുന്നതായിരിക്കും എളുപ്പമായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഒരു പരിധി വരെ ഇത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പലപ്പോഴും എങ്ങോട്ട് ഡോറ് തുറക്കാം എന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും പ്ലാനുകൾ നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരു പരിധി വരെ ഇന്ന് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ടായിരിക്കാം ബിജു സാർ പറഞ്ഞത് ഇതൊന്നും അത്ര വലിയ കാര്യമായിട്ട് എടുക്കാറില്ല. ഞങ്ങളെയും ഗുരുനാഥൻ പഠിപ്പിക്കുന്ന സമയത്ത് അത്ര വലിയ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. എങ്കിലും നമ്മളൊരു ഗ്രന്ഥം പഠിക്കുന്നു എന്നുള്ള സമയത്ത് നമുക്ക് ആധികാരികമായി പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഈ ഒരു കാര്യം കൈകാര്യം ചെയ്യുന്നത്. ഇനി നമുക്ക് പ്രത്യേകിച്ച് ഇതിൽ വേറെ ഒന്നും പറയാനായിട്ട് ഇല്ല. നിങ്ങളും ഇങ്ങനൊരു കാര്യം അറിഞ്ഞിരുന്നു എന്നുള്ളത് മാത്രം നിങ്ങൾ നോക്കണം. ഓക്കെ, പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും നമുക്ക് പറയാനില്ല. നമുക്കൊരു കാര്യം ചെയ്യുന്ന, ഇപ്പൊ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ എന്ന് നോക്കാം. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത സ്ഥലം എന്തെങ്കിലും ഉണ്ടോ? സന്തോഷം, നമുക്ക് അടുത്തൊരു ഇത് കൂടെ എടുക്കുന്നുണ്ടോ? ഇങ്ങനെ അടുത്തൊരു ശ്ലോകം കൂടെ അടുത്തൊരു ശ്ലോകം കൂടെ എടുക്കാം. കാരണം കള്ളക്കഥവും പിള്ളക്കഥവും എന്ന് പറഞ്ഞ ഒരു ശ്ലോകം കൂടെ അതും കൂടെ ഇതിലൂടെ പറയുന്നത് പ്രാധാന്യമൊന്നുമല്ല. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കൂ, ഇല്ലെങ്കിൽ നമുക്ക് അടുത്തേക്ക് പോകാം. സർ, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മരം എന്താണ് സർ? ഏതൊക്കെയാണ് നമുക്ക് നിലവിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്? നമ്മുടെ കാലാവസ്ഥയ്ക്ക് നല്ല അനുയോജ്യമായ മരം പ്ലാവും ആഞ്ഞിലിയും തന്നെ അല്ലേ നമുക്ക് വില കുറച്ച് കിട്ടാൻ സാധ്യതയുള്ളതും നമുക്കൊക്കെ സാധാരണക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത്. തേക്ക് ഈട്ടിയൊക്കെ വളരെ വില കൂടിയ മരങ്ങളല്ലേ. അപ്പം ആഞ്ഞിലിയും പ്ലാവും തന്നെയാണ് സാമാന്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല മരങ്ങൾ. ഗ്രന്ഥങ്ങളിൽ ആഞ്ഞിലിയെയും പ്ലാവിനെയും പറ്റി വളരെ നന്നായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നെ തേക്ക് ഈട്ടിയൊക്കെ ഉപയോഗിക്കാൻ പൈസ ഉള്ളവർക്ക് അത് ഉപയോഗിക്കാം, കുഴപ്പമില്ല. ശരി സർ. റഹ്മാൻ സാറിന്റെ ക്വസ്റ്റ്യനില് രണ്ടർത്ഥങ്ങളുണ്ട്. അതില് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചപ്പാടിനനുസരിച്ചിട്ടാണ്. ഏത് മരമാണ് നല്ലത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോഴ് ഏറ്റവും നല്ല മരം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചന്ദനം നമുക്ക് പറയേണ്ടി വരും. ഏത് വലിയൊരു ക്ലയന്റിനെ സംബന്ധിച്ച് അല്ലെ. ഇനി അടുത്ത് തൊട്ട് താഴെയാണെങ്കിൽ നമ്മൾ പറയേണ്ടത് ഏതാണ്? ഈട്ടിയാണ് അടുത്തുന്നത്. പഴയ കാലത്തുള്ള ക്യാഷ് ബോക്സുകളും അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത് ഈട്ടിയാണ്. മൂന്നാമത് ആണ് എന്ത് പറയുന്നത്? തേക്ക്. അപ്പൊ ഇത് മൂന്നും കഴിഞ്ഞിട്ടാണ് പിന്നീട് അടുത്ത ഈ ക്വസ്റ്റ്യന് ഒരു വേറൊരു അർത്ഥത്തിലാണ് ബിജു സാർ ഇപ്പൊ പറഞ്ഞത്. നമുക്ക് സാധാരണ ആൾക്കാർക്ക് വീട് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് ഏതാണ് എന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് പറയാം ഈ പറഞ്ഞതൊക്കെ പ്ലാവും ആഞ്ഞിലിയുമാണ്. ഇന്ന് ഞങ്ങളും ഒക്കെ പ്ലാവും ആഞ്ഞിലിയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത്. അപ്പൊ ഇതിൽ ഏതാണ് ഉദ്ദേശിച്ചതെന്നും കൂടി ഒന്ന് പറയാം. സാർ, ഞാൻ കണ്ണൂർ PMJ എന്ന് പറയുന്ന ഒരു വലിയൊരു വുഡ് ഏജന്റ് ഉണ്ട്. അവർ ഒരുപാട് വലിയ 10-11 ഔട്ട്ലെറ്റ്സ് ഒക്കെ ഉള്ള. ഞാൻ കഴിഞ്ഞ ഒരു തവണ അവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പൊ അവര് പറഞ്ഞു ഇങ്ങനെ പാലുരുക്ക് അങ്ങനെ പറഞ്ഞിട്ട്, അത് ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനൊക്കെ എനിക്ക് പാലുരുക്ക് എന്ന് പറയുന്ന ഒരു മരമാണ് ഉപയോഗിച്ചിട്ട് കണ്ടത്. അങ്ങനെ പിന്നെ അതുപോലെ ഈ ഇദ്ദേഹത്തിന്റെ തന്നെ വീട്ടില് അവർ ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേക മരമാണ്. അത് പേര് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. പക്ഷെ അതായത് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഈ ഒരു മരമാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വീട് ഞാൻ വിസിറ്റ് ചെയ്തിരുന്നു.
9,000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വലിയൊരു വീടാണ് കഴിഞ്ഞ ഒരു 2 മാസം മുന്നേ. അപ്പോൾ അവിടെ കൊത്തുപണികളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ആ ഒരു പ്രത്യേക മരമാണെന്ന് പറഞ്ഞിട്ട് അതാണ് അവർ കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ അപ്പം കൊത്തുപണി ചെയ്യാൻ ഏറ്റവും അനുയോജ്യം കുമ്പിൾ എന്ന് പറയുന്ന മരമാണ്. കുമ്പിൾ വളരെ ദുർലഭമായ സാധനമല്ലേ, വളരെ റയറായിട്ട് കിട്ടാൻ സാധ്യതയുള്ളൂ. അത് മെഴുക്ക് പോലെ ഇരിക്കും, കുത്തിയൊക്കെ എടുക്കാൻ നല്ല ഫിനിഷിംഗ് ആണ്. കുമ്പിളായിരിക്കാം. അപ്പൊ ഏതാണ് ഏറ്റവും നല്ലത്? ഏതാണ്? പ്രമാണ സാർ തന്നെ തീരുമാനം പറയും. അല്ല സാർ, ഞാനത് ഈ ഗൃഹനിർമ്മാണത്തിനും അതുപോലെ ക്ഷേത്ര നിർമ്മാണത്തിനും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാലുള്ളത് പാലില്ലാത്ത അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള എന്തൊക്കെയോ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഒക്കെ ഉണ്ടോ അങ്ങനെ ആയിട്ട്? പാല് എന്നുള്ള ഉദ്ദേശിക്കുന്നത് കറയാണ്, കറയുള്ള വൃക്ഷങ്ങളുടെ കാര്യമാണ് പറയുന്നത്. പാൽമരങ്ങൾ എന്ന് പറയുന്നിട്ട് ഇപ്പൊ പാലയ്ക്ക് പാലുണ്ട്, പാല് ഉപയോഗിക്കാൻ പറ്റുമോ? പാല് ഉപയോഗിക്കില്ല, പാല് നിസ്സാര വൃക്ഷമല്ലേ. നമ്മുടെ വൃക്ഷസ്ഥിതിയിൽ നേരത്തെ മുമ്പേ ശ്ലോകത്തിൽ വളരെ സവിസ്തരം സന്തോഷം പറഞ്ഞല്ലോ, അന്തസാര വൃക്ഷങ്ങളും ബഹിസാര വൃക്ഷങ്ങളും പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞില്ലേ, ഉള്ളിൽ കാതലുള്ളവ, അവ തന്നെയല്ലേ നല്ലത്. ഉള്ളിൽ കാതലുള്ള വൃക്ഷങ്ങളിൽ ഏതും ഉപയോഗിക്കാവുന്നുണ്ട്, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. ഈ പറഞ്ഞതുപോലെ അവരവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ചന്ദനം മുതൽ താഴോട്ട് ആഞ്ഞിലിയോ പ്ലാവോ ഇതും അല്ല എന്നുണ്ടെങ്കിൽ ചീലാന്തി, അല്ലെങ്കിൽ ഇവിടെ നിങ്ങളുടെ സ്ഥലത്ത് എന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല, പൂവരശ് വരെ ഉപയോഗിക്കാം. പൂവരശ് നല്ല ഫിനിഷിംഗ് ഉള്ള തടിയാണ്, കേടാകാതെ കണ്ടിട്ട്. പക്ഷെ അത് ഡോർസിനും വിൻഡോസിനും ഷട്ടറിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. കട്ടളയ്ക്ക് ഉപയോഗിക്കാൻ സാധ്യമല്ല. സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ അത് വളഞ്ഞു കൊടുക്കാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. ശരി സാർ. ഓക്കെ, കവാടാവയവ വിധി. മാതാ വാമഗതാ കവാടഫലകാ സാ സൂത്രപട്യാശ്രിതാ പുത്രീ ദക്ഷിണഗാമിനീതി ച സകലദ്വാരേഷു സംപ്രേക്ഷ്യതാം ദ്വാരോച്ചാനലവേദബാണരസഭാഗോച്ചം തദുച്ചാബ്ധിഃ ബാണോർമ്യദ്ര്യം ശഖനപ്രധാനസഹിതാ മാ കൽപ ഏചാരമാ. ഇവിടെ കവാട അവയവ വിധി. കവാടങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റയായും ഇരട്ടയായും 4 പീസായിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്. താഴെ ഒറ്റക്കഥകായിട്ടും ഇരട്ടക്കഥ എന്ന് പറയുന്നത് നെടുകെ 2 പാളിയായിട്ടും ഈ താഴെ ഒരു പാളി മുകളിൽ ഒരു പാളി അങ്ങനെയും, പിന്നെ ഇതിന് 4 പാളിയായിട്ടും ഇങ്ങനെയും ചെയ്തിട്ടുണ്ട്. ഇതില് മാതാവ് ഏതാണ് പുത്രി ഏതാണെന്നുള്ള അതിന്റെ ഈ കഥകളുടെ സൂക്ഷ്മതലത്തിലേക്ക് പോവുകയാണ് ആചാര്യൻ. എല്ലാത്തിനും അങ്ങനെയാണ്. സാമാന്യേന ആദ്യം ചില വിഷയങ്ങളെ സൂചിപ്പിച്ചിട്ട് അതിന്റെ സൂക്ഷ്മമായ തലത്തിലേക്ക് ആചാര്യൻ ചെന്നെത്തും. കാരണം നമ്മളെ ഒരു കാര്യം ആദ്യം സൂചിപ്പിച്ചിട്ട് അത് തന്നെ ആദ്യം സൂക്ഷ്മമായിട്ട് പറയാം, പിന്നെ അതിനെ പറഞ്ഞ് പതുക്കെ നമ്മൾ അറിയാതെ തന്നെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥാവിശേഷമാണ്. നേരത്തെ ഒറ്റ കഥകളാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇടത് ഭാഗത്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പിടിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞു. എന്നിട്ട് വേറൊരിടത്ത് പറഞ്ഞു ആചാര്യൻ ഇടതുവശം വലതുവശം എങ്ങനെയാണ് തീരുമാനിക്കുന്നത് എന്ന് വെച്ചാൽ നിർഗമ വിധവുവാമേ എന്ന് പറഞ്ഞു. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഇടതും വലതും നയിക്കേണ്ടത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടെ കഥകിന്റെ വിശേഷത്തെ കുറിച്ച് പറയും. എന്താണ് മാതാവ് ആരാണ്, പുത്രി ആരാണ്, അതിലെ സൂത്രപട്ടിക എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള വിഷയത്തെ കുറിച്ചൊക്കെ ഇവിടെ പറയും. ഇപ്പൊ കവാടം എന്ന് പറയുന്നത് 2-3 ശ്ലോകങ്ങൾ ചെറുതായിട്ട് ഒന്ന് സൂചിപ്പിച്ചുവെങ്കിലും ഈ സൂത്രപട്ടികാദി വിഷയങ്ങളിലേക്ക് വരുമ്പോൾ കുറെ കോംപ്ലിക്കേഷൻ ഉള്ള ഒരു സംഗതിയാണ്. സൂത്രപട്ടിക എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, അതിന് കനവ് എത്ര വേണം, വീതി എത്ര വേണം, കഥകിന്റെ എത്ര വിസ്താരമാണ് വീതിയാണ് വേണ്ടത്, കനവ് എത്ര വേണം, അതിലേക്ക് വെക്കുന്ന ഈ കുമ്പ് പോലെ വെക്കുന്ന ഈ സാധനങ്ങൾ
അതിന് എത്ര ഡിസ്റ്റൻസിലാണ് വയ്ക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ കുറെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊന്നും ഇവിടെ പോകുന്നില്ല. അത് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിലേക്ക് അത് വരുന്നതൊന്നും പോകുന്നില്ല. ഇവിടെ മാതാ വാമകത കവാട ഫലക സ സൂത്രപട്യാസ്മൃത പുത്രി ദക്ഷിണഗാമിനീതി ച സകല ദ്വാരേഷു സംപ്രേക്ഷ്യതാം. മാതാ വാമകത, ഈ രണ്ട് കഥകള് മാതാവ് വാമകത ഇടതുവശത്ത് വരുന്നതാണ്. വാമകതയായ കവാട ഫലക, അപ്പൊ ഇടതുവശത്ത് വരുന്ന കവാടമാണ് മാതാവ്. അപ്പൊ വലതുവശത്ത് വരുന്നത് പുത്രി ആണെന്ന് വരും. ഇതില് നമ്മൾ സൂത്രപട്ടിക, ഇപ്പൊ രണ്ട് കഥകളാണെങ്കിൽ സൂത്രപട്ടിക എവിടെ തറയ്ക്കും എന്നുള്ളൊരു സംശയം വരും. അതിനാൽ ഞാൻ ഇവിടെ പറയുന്നു മാതാവിലാണ് സൂത്രപട്യാസ്മൃത. മാതാവ് എന്നുള്ള തള്ളക്കഥവിലാണ് സൂത്രപട്ടികയെ ഫിറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പിടിപ്പിക്കേണ്ടത് എന്ന് പറയും. പിന്നെയുള്ള വലത് കഥകം ദക്ഷിണഗാമിനി പുത്രി. ദക്ഷിണഗാമിനി വലതുവശത്ത് വരുന്നത്, നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലതുവശത്ത് വരുന്നത് പുത്രി എന്ന് പറയുന്നത് പുത്രിയാണ്. അതിലല്ല വേണ്ടത് സൂത്രപട്യാസ്മൃത വാമകത. അപ്പൊ മാതാവിലാണ്, ഇടതുവശത്തുള്ള കഥകിലാണ് നമ്മൾ സൂത്രപട്ടിക തറയ്ക്കേണ്ടത് എന്ന് പറയും. അപ്പൊ ഇത് എല്ലാ വാതിലുകൾക്കും സൂത്രപട്ടിക തറയ്ക്കുന്നത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ കഥകിന്റെ ഏതൊരു കഥകും ഫിറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് എന്നുള്ള നിയമത്തെ കുറിച്ച് ഇവിടെ പറയുന്നു. പിന്നെ അതിന്റെ അരമ, അതിന്റെ താഴെ മറ്റുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാക്കുന്ന നിയമങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇത്ര അംശം കഥകിന്റെ കനത്തെ അല്ലെങ്കിൽ നീളം തീരെയൊക്കെ ഇത്ര അംശിച്ച് 4, 5, 6 ഇങ്ങനെയൊക്കെ ഭാഗങ്ങളായിട്ടൊക്കെ അംശിച്ചിട്ട് അല്ലെങ്കിൽ ഇത്ര കനങ്ങളായിട്ട് എടുക്കണം, അരമ അതിന്റെ താഴെയൊക്കെ ഉണ്ടാക്കാൻ ഇത്ര കനങ്ങൾ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നു. കാരണം ഇപ്പൊ നമ്മൾ ഇരുമ്പിന്റെ കൊടുത്തും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ആ വിഷയത്തിലേക്കൊക്കെ നമ്മൾ കൂടുതൽ പോകുന്നില്ല. ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത് രണ്ട് വിഷയമാണ്. ഒന്ന് മാതാവും ഒന്ന് പുത്രിയുമാണ്. കഥകിന്റെ രണ്ടായിട്ട് ഉപയോഗിച്ച് പറയുന്നു. അത് നമ്മൾ ഇടതുവശത്തുള്ളത് മാതാവാകുന്നു, വലതുവശത്തുള്ളത് പുത്രിയാകുന്നു എന്ന് പറയുന്നു. ഇതില് മാതാവ് ആയി വരുന്ന കഥകിലാണ് നമ്മൾ സൂത്രപട്ടികയെ തറയ്ക്കേണ്ടത്. ആ സൂത്രപട്ടിക നിർമ്മിക്കുന്നതിനും ചെയ്യുന്നതിനൊക്കെ അതിന്റെ നിയമങ്ങളുണ്ട്. അപ്പൊ ആ നിയമങ്ങൾക്ക് അനുസൃതമായി സൂത്രപട്ടികകളെ വന്നിട്ട് നമ്മൾ പണി ചെയ്ത് അതിന് ഫിറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ. കഴിഞ്ഞ ശ്ലോകത്തിന്റെ ബാലൻസ് ആണ് ഇതിൽ. കഴിഞ്ഞ ശ്ലോകത്തിന്റെ അർത്ഥമായിട്ട് പറഞ്ഞ തന്നെ സംഗതിയാണ്. ഇടതുവശത്തത് തള്ളക്കഥവായിട്ടും പിള്ളക്കഥവായിട്ട് വലതുവശത്തുനിന്നും വരുന്നു. അത് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ വീടിന്റെ ദർശനത്തിനനുസരിച്ച് വീടിന്റെയാണ്, നമ്മുടെ അല്ല. അങ്ങനെ അപ്പൊ ഇവിടെ ബാക്കി ഈ സൂത്രപ്പട്ടികയുടെ കനവും വിസ്താരവും ഒക്കെ പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ മനുഷ്യാലയങ്ങൾക്ക് അത് സ്വീകരിക്കാറില്ല. ദേവാലയങ്ങളിൽ നമ്മൾ കണക്ക് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് കഥകിന്റെ കനവും അരമയുടെ സൂത്രപ്പട്ടികലിന്റെ കനവും അത് എത്രത്തോളം വിസ്താരവും വേണമെന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കാറുണ്ട്. സാധാരണഗതിയിൽ മനുഷ്യാലയങ്ങൾക്ക് ഫ്രണ്ട് കട്ടളയുടെ ഉള്ളകം ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ കൂടുതലും വാസ്തുപ്രകാരം നമ്മൾ ചെയ്യാൻ നിർബന്ധിതനായി അവർ അത് അനുവദിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഫ്രണ്ട് കട്ടളയുടെ അല്ലെങ്കിൽ പുറത്തോട്ടിറങ്ങുന്ന കട്ടളയുടെ അല്ലെങ്കിൽ കട്ടളകളുടെയൊക്കെ ഉള്ളളവുകൾ ചില വളരെ വിരളമായിട്ട് കൊടുക്കാറുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അവിടെയും സൂത്രപ്പട്ടികളിൽ നിന്നും കനത്തിനകത്തൊന്നും ബലം പിടിച്ചിട്ട് കാര്യമില്ല. അവർ ചെയ്യുന്നവർ നമ്മൾ കനം കൊടുത്താൽ ആ കനത്തിൽ തന്നെ ചെയ്യണമെന്നില്ല. പിന്നെ പലപ്പോഴും പക്ഷെ ദേവാലയത്തിന് അങ്ങനെയല്ല. ദേവാലയത്തിന് നമ്മൾ കൃത്യമായിട്ട് അളവ് കൊടുക്കും, അളവ് നമ്മൾ പരിശോധിക്കുകയും ചെയ്യും, അളവിനനുസരിച്ച് അത് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് അതിന്റെ സമ്പ്രദായം. അപ്പൊ അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. സാർ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം കണ്ടാൽ മതി. ബാക്കി സാർ പറയും. ഓക്കെ. അപ്പൊ ഇവിടെ പറയുന്നത് മാതാവ്, അതുപോലെ തന്നെ അതായത് നമ്മൾ പറയുന്ന പണ്ടതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് തള്ളക്കഥവും പുള്ളക്കഥവും എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയാറ്. അപ്പൊ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോന്നും ഓരോ സ്ഥാനങ്ങളിൽ ഫിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രം. പക്ഷെ ഇന്നിപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇതല്ല. നമുക്ക് എല്ലാ പൂട്ടുകളും തുറക്കേണ്ടത് ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ അതുകൊണ്ട് ക്ലോക്ക് വൈസിൽ തുറക്കാനും അടയ്ക്കാനും പറ്റുന്ന രീതിയിൽ ആണ് ഇന്ന് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാലും നമ്മൾ ആധികാരികമായിട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ആരെങ്കിലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുകയാണെങ്കിൽ ഈ രീതിയിൽ ചെയ്യാനും നോക്കാം.
അത്ര മാത്രമേ ഇപ്പൊ ഇതിൽ പറയാനായിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഇതിലുണ്ടെങ്കിൽ ഇന്ന് ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്കത് സ്റ്റോപ്പ്. ഒക്കെ ആണെങ്കിൽ ഒരാൾ ഓക്കെ എന്ന് പറയൂ, അങ്ങനെയെങ്കിൽ നമുക്ക് ഓക്കെയാണ് സർ. ശരി. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ റെക്കോർഡഡ് വെർഷൻ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും തീരാതെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റെക്കോർഡഡ് വെർഷന് അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ട് അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചിട്ട് എനിക്ക് പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ മറ്റു സംശയങ്ങൾ മറ്റേ നിങ്ങൾ വിളിക്കുന്ന ആ നമ്പറിലേക്കോ അയച്ചു കൊടുത്താൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതുകൂടി കറക്റ്റ് ആക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കും. എല്ലാവർക്കും ഈ ക്ലാസ് ഉപയോഗപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നിർദ്ദേശം പറയാനുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ഈ എടുക്കുന്ന ക്ലാസ്സിൽ വേറെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഞങ്ങളെ അറിയിക്കാം. ഞങ്ങളെ ചെറുവള്ളി സാർ എങ്ങനെയാണോ പഠിപ്പിച്ചത് ആ രീതിയിലാണ് ഇപ്പൊ നിങ്ങളേക്കും ക്ലാസ്സുകൾ കൊണ്ടുപോയിരിക്കുന്നത്. എന്നാൽ ഞാൻ എൻ്റെ ക്ലാസ്സിൽ, വാസ്തുവിന്റെ ക്ലാസ്സിലൊക്കെ നിങ്ങൾ ഇരുന്നിട്ടുള്ളവരാണ് പലരും എനിക്കും തോന്നുന്നു ഈ ക്ലാസ്സിലുള്ളത്. പക്ഷെ അവിടെ ഇങ്ങനെ എല്ലായിരുന്നു, ഇങ്ങനെ ഒന്നും അല്ല നമ്മൾ പഠിച്ചത്. എങ്കിലും ഇത് ആധികാരികമായിട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയും കുറച്ച് ടൈം കൂടെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളൊക്കെ ഇപ്പൊ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും എല്ലാവരും നിങ്ങളുടേതായ നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ എന്നെ പേഴ്സണലായിട്ട് അറിയിക്കുക. ഇന്ന് തന്നെ നിങ്ങൾ അതിനകത്ത് വോയിസ് ആയിട്ടോ അല്ലാതെ ഇട്ടിരുന്നാൽ മതി. ഞാനതെല്ലാം കൂടി പരിശോധിച്ചിട്ട് അടുത്ത ക്ലാസ്സുകളിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെങ്കിൽ അത് ചെയ്യാം. ആരും കയറി ഗ്രൂപ്പിൽ ഒന്നും പറഞ്ഞു കളയരുത്. ഒന്നുകിൽ എനിക്ക് പേഴ്സണലായിട്ട് അയക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ വിളിച്ച് പറയുക. അതും അല്ലെങ്കിൽ ശ്രീലക്ഷ്മി അടുത്ത് വേണ്ടിയിട്ട് എഴുതുക. സിലബസിൽ എന്തെങ്കിലും ഉൾക്കൊള്ളിക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ അറിയിക്കും. ഏറ്റവും നല്ലത് എന്നെ അറിയിക്കും. ഓക്കെ, എന്തായാലും എല്ലാവർക്കും നല്ലൊരു ഭാവി ഞാൻ നേരുന്നു. ഓക്കെ, താങ്ക് യു ടീച്ചേഴ്സ്.